കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലത്തിലും നമ്മളെ സഹായിക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വരുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്ന ദൈവമാണ്. സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുക. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് രോഗിയാകാൻ കഴിയത്തില്ല. ക്രിസ്തു യേശു എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ എല്ലാ ശാപവും യേശു എന്നിൽ നിന്ന് വഹിച്ചതുകൊണ്ട് ഞാൻ സമൃദ്ധി അനുഭവിക്കുക തന്നെ ചെയ്യും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം തന്നെയാണ്. ദൈവം നമ്മളെ സകലതും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നെറ്റ്വർക്ക് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. നെറ്റ്വർക്ക് ചില സമയത്ത് ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് സൗണ്ട് ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ വചനം കേട്ടുകൊണ്ട് വരുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കർത്താവിൻ്റെ കൃപയിൽ വചന ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് തീർത്ത് തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പിന്നെയും കേൾക്കാം. ഇന്നത്തെ ദിവസം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ മേലും കർത്താവ് അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. നമ്മൾ ഇന്നലെ കേട്ട വചനഭാഗം വചനഭാഗമല്ല, വചനം നിങ്ങൾ പറയണ്ട. നമ്മൾ ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളെ പറ്റിയാണ് ഈ വചനധ്യാനത്തിലൂടെ കേൾക്കുന്നത്. ഇന്നലെ ഈ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ട് വരുന്ന വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതെന്നറിയാവോ? സ്നാനത്തെക്കുറിച്ച്. എത്ര തരം സ്നാനം ഉണ്ടായിരുന്നു? ആമേൻ. അപ്പൊ 2 തരം സ്നാനത്തെ പറ്റി നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പം ആത്മസ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെ പറ്റി അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തി വിശ്വാസിയാകുമ്പോൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികളാണ് ആയിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസിയാകുന്നില്ല. ക്രിസ്ത്യാനിയാകുവാൻ വളരെ എളുപ്പമാണ്. പക്ഷെ വിശ്വാസിയാകണമെങ്കിൽ നമുക്ക് വചനം തിരിച്ചറിഞ്ഞ് പഠിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ വചനത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം കേട്ടതുപോലെ തന്നെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ശ്രദ്ധിച്ചോണം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവിടെ സൗഖ്യം വരുമെന്ന് വചനത്തിൽ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുത്തു, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്കത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തിലൂടെ തന്നെ കേൾക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടു, ഒരു വ്യക്തി രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തിനാണ് സ്നാനപ്പെടുന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പം നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക്, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇന്ന് ക്രിസ്ത്യാനിയാകാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും പള്ളിയിൽ ചെന്നാൽ അവർ ക്രിസ്ത്യാനിയാക്കും നിങ്ങളെ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയത്തില്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധ ആത്മാവിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് വിശ്വാസ ജീവിതം. അത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും കൂടിച്ചേരുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. ഈ കാലഘട്ടത്തിൽ പിശാചിൻ്റെ ഒരു ഉപദേശമാണ്, അത്ഭുതത്തിലൊന്നുമല്ല കാര്യം,
ദൈവപ്രവൃത്തികളിലൊന്നുമല്ല കാര്യം. അത് പിശാചിൻ്റെ ഉപദേശമാണ്. പിശാചിൻ്റെ ഉപദേശമാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യാനൊരു സാധ്യത. നിങ്ങൾ അത്ഭുതമൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയും, സഹോദര സഹോദരി, ഈ അത്ഭുതത്തിലൊന്നും അല്ല കാര്യം കേട്ടോ എന്ന് പറയുമ്പം അവരോട് ചോദിക്കണം ഏത് വചന അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ ഉടനെ അവർ പറയും, യേശു ക്രിസ്തു ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നത് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ ശിഷ്യന്മാർ അവനെ പോയി വിളിച്ചു. ഉടനെ അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തൊന്നുമില്ല. ഉടനെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ അവനെ വിളിച്ചിട്ട് അവൻ എന്ത് ചെയ്തില്ല? ഞങ്ങളുടെ കൂടെ വന്നില്ല. അങ്ങയെ അനുഗമിക്കുവാൻ അവന് മനസ്സില്ല. ഉടനെ കർത്താവ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, നമുക്ക് വിരോധമല്ലാത്തവൻ നമുക്ക് എതിരല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അന്ത്യനാളിൽ എനിക്ക് അവനെ അറിയത്തില്ല, അങ്ങനെയുള്ളവരെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതെടുത്തുകൊണ്ട് എന്ത് ചെയ്യും? പിശാച് നേരെ എന്ത് ചെയ്യും? ആ വചനത്തെ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട്, കണ്ടോ സഹോദര, യേശു അത്ഭുതം ചെയ്തെന്ന് നോക്കിയിട്ട് എന്നാ പറഞ്ഞത്? അവസാന നാളിൽ എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. അവിടെയാണ് പിശാചിൻ്റെ ഒരു ട്രിക്ക്. എന്തിനാണ് ഞാൻ ഈ പിശാചിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അനുഗ്രഹങ്ങൾ പലതും തടസ്സപ്പെട്ട് കിടക്കുന്നത് പിശാചിൻ്റെ ശക്തി കൊണ്ടല്ല, അവൻ ഞങ്ങളെ പറ്റിക്കുന്നുണ്ട്. ഇന്ന് എവിടെയാണോ നമ്മൾ പറ്റിക്കപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം ഇറങ്ങിയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്താവ് തൻ്റെ ശിഷ്യന്മാർ പോയിട്ട് അവനെ വിളിച്ചു, യേശുവിനെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് വേണ്ട. കാര്യം പുള്ളി നോക്കുമ്പോൾ എന്തുവാണ്? യേശുവിൻ്റെ പേര് പറയുമ്പോൾ അവന് യേശുവിൻ്റെ നാമത്തിൽ ഭൂതം പുറത്തു പോകുന്നവന് മനസ്സിലായി. യേശുവിൻ്റെ നമ്മളെക്കാളൊക്കെ വിശ്വാസമുള്ളൊരു മനുഷ്യനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്തു? രോഗികളുടെ മേൽ കൈവെക്കുന്നു, രോഗി സൗഖ്യമാകുന്നു. അവൻ നോക്കുമ്പോൾ യേശുവിൻ്റെ പുറകെ വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അത്ഭുതം നടക്കുന്നു, അടയാളം നടക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അവൻ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയാത്തതുകൊണ്ട് യേശു പറയുകയാണ്, അന്ത്യനാളിൽ എനിക്ക് എന്ത് ചെയ്യത്തില്ല? എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറയും. ഇങ്ങനെയുള്ളവരെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അത്ഭുതത്തിലല്ല കാര്യം, അടയാളത്തിലല്ല. ശ്രദ്ധിച്ചോണം, അത്ഭുതത്തിലും അടയാളത്തിലുമാണ് കാര്യം. പക്ഷെ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ അവൻ എന്താ ചെയ്തത്? അവൻ യേശുവിൻ്റെ പുറകെ വരാൻ കഴിയത്തില്ല. അവൻ രോഗികളെ സൗഖ്യമാക്കി ഒരു ബിസിനസ് പോലെ പുള്ളി നടത്തുക. യേശുവിനെ അനുഗമിക്കണം. യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ് വിശുദ്ധ സ്നാനം. ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിലുള്ള സ്നാനം നിങ്ങൾ ഏൽക്കണം. ഞാൻ ഒരിക്കലും അത് പറയാതിരുന്നാൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ജലസ്നാനം ഭൂമിയിൽ ഒരു വ്യക്തി ചെയ്യേണ്ടതാണ്. എന്തിനാണ് ജലസ്നാനം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ലോകക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. യേശുവിനെ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും, നിങ്ങളിപ്പോൾ കർത്താവിനെ വിശ്വസിക്കുന്ന ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തി വന്ന് വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോകും എന്നല്ലാതെ എനിക്ക് യേശുവായിട്ടൊരു ബന്ധമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്നാ കുഴപ്പമെന്നറിയാവോ? നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ സുരക്ഷിതത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സുരക്ഷിത കരത്തിലേക്ക് കയറുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾക്കൊരിക്കലും കർത്താവിലുള്ളവരല്ല നിങ്ങൾ. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എടുക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. ഇത് നമുക്ക് കുറച്ച് നേരം ഇന്ന് ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സമയം ഈ ദിവസങ്ങളിൽ ക്രമീകരിക്കും. ഒത്തിരി ആൾക്കാർ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ ലെഫ്റ്റ് ആകുന്നത് ലാസ്റ്റ് ആകുമ്പം ഒത്തിരി സമയം പോയതിനാണ്. ഒത്തിരി സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ സമയപ്രകാരം എനിക്കിവിടെ കുഴപ്പമില്ല, പക്ഷേ ഇന്ത്യൻ സമയപ്രകാരം ഒത്തിരി നീണ്ടു പോകുന്നത് കൊണ്ട്. എന്നാലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ കർത്താവിൻ്റെ വചനം നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുന്നതുകൊണ്ട് ഞാൻ പിതാവിനെ അറിയുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനെ കൊടുക്കുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുകയും ഒരാട്ടിൻകൂട്ടവും ഇടയനും ആയിത്തീരും. മിക്ക ആൾക്കാരും പറഞ്ഞൊരു വാക്കുണ്ട്, അവസാന നാളിൽ ഒരാട്ടിൻകൂട്ടവും ഇടയ. അതിൻ്റെ അർത്ഥം എല്ലാം കൂടെ ഒരു സഭയായി തീരുമെന്നൊക്കെ. അതൊക്കെ ഇതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. എല്ലാം ഒരു സഭയിലോട്ട് വന്ന് ചേരുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥമൊന്നും. അടുത്ത വാക്യത്തിൽ പറയുക, താഴേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം താഴേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കേൾക്കെ യേശു പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരാകയാൽ ഇത് വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകളോ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ശ്രദ്ധിച്ചോണം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ശ്രദ്ധിച്ചോണം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ. ഇവിടെ നിങ്ങൾ വചനം നോക്കിയേ, ആടിനൊരിക്കലും നിത്യജീവൻ കിട്ടാൻ, ആടിന് പുല്ലും വൈക്കോലും അതും ഇതൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ. ഇവിടെ ആടും ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള വിശ്വാസികളെയാണ്. അവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ വചനമാകുന്ന ശബ്ദം കേൾക്കും,
അതാണ് യേശു പറഞ്ഞത്, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയിട്ട് എന്ത് ചെയ്യണം? സകല ആടുകളോടും എന്ത് ചെയ്യണം? നമ്മളെല്ലാ ആടുകളാണ്. ബൈബിളിൽ പറയുമ്പോൾ എല്ലാവരും വഴിതെറ്റിപ്പോയവരാ, കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുക. ഇടയനില്ലാത്ത ആടുകളെ പോലെ നാം എല്ലാവരും ഏദൻ തോട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയവരാ. യേശു പറയുകയാണ്, നിങ്ങൾ പോയി എൻ്റെ സുവിശേഷം, അതായത് സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. നമ്മൾ മർക്കോസിന്റെ 16 പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയണം. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ 10 യോഹന്നാന്റെ സുവിശേഷമാണ് 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഇതാണ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ കർത്താവ് നേറ്റു പറയുമ്പോൾ അവൻ യേശുവിനെ അനുഗമിക്കുകയാണ്, ഫോളോ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതൊരു അടയാളം പോലെ കാണിക്കുവാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എടുത്തു പിന്നെയും പറയുകയാണ്, മത്തായി എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്കറിയാം, ചുങ്കം പിരിവുകാരെ പറ്റി തന്നെ പാപികളുടെ ലിസ്റ്റിലാണ് ചുങ്കക്കാർ. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പം മത്തായി ശ്ലീഹ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കാപ്പി കുടിച്ചിട്ട് വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് വന്നേക്കാന്ന് പറഞ്ഞില്ല. താൻ എല്ലാം വിട്ടേച്ച് എന്ത് ചെയ്തു? യേശുവിനെ അനുഗമിച്ചു. പിറ്റേ ദിവസം താൻ ആ ജോലിക്ക് പോയില്ല. സഖായി എന്ന് പറയുന്ന ചുങ്കക്കാരനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ യേശു ചെന്നപ്പോൾ അവൻ തനിക്ക് അതായത് ചുങ്കക്കാരനായ മനുഷ്യൻ ജനത്തിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചത് മൊത്തം പുള്ളി എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. അതായത് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ ഫോളോ ചെയ്യുക. അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് സ്നാനം. ഞാൻ പറഞ്ഞല്ലോ, ജലസ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൻ്റെ അനുയായിയായി തീർന്നിരിക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്നുവെന്ന് ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നതാണ് സ്നാനം. സ്നാനപ്പെട്ട വ്യക്തി ഒരിക്കലും ഒളിച്ചിരിക്കുക ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നാനമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വാക്യങ്ങൾ ഇങ്ങനെ ചേർത്തെടുക്കും. ഈ ദിവസം എനിക്കൊന്ന് ഇച്ചിരി നീണ്ടുപോയാലും പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പല വാക്യങ്ങൾ ഇതുമായിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്നതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച വചനങ്ങളല്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കുറച്ച് സമയമെടുക്കും. എങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കുന്നല്ലോ. അപ്പം നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ വചനം എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് വരും. അപ്പം യേശു പറയുകയാണ്, അവ എന്നെ അനുഗമിക്കുകയും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. ഇനി ശ്രദ്ധിച്ചോണം. ഇനി 28-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ചു വായിച്ചോണേ. 28-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്. 28-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല. ശ്രദ്ധിച്ച്, അവ ഒരു നാളും നശിക്കത്തില്ല. എന്നിട്ട് പറയാണ്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കത്തില്ല. അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവനും പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. അപ്പം യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിക്കകത്ത് ദൈവം ഒരു ഗ്യാരണ്ടി തരികയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും നശിക്കത്തുമില്ല, ഒരുത്തനും എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. നിങ്ങളെ കണ്ടോ? ഇതാണ് യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഗ്യാരണ്ടി, പ്രൊട്ടക്ഷൻ, ഉറപ്പ്, ധൈര്യം. എൻ്റെ ധൈര്യമല്ല, ദൈവത്തിൻ്റെ ഉറപ്പാണ്. അതായത് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഇനി ഭാരപ്പെടേണ്ട. ഒരു വാക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഒറ്റയ്ക്കായിക്കോട്ടെ, ഇനി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിലായിക്കോട്ടെ, നിങ്ങളെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ലാത്തൊരവസ്ഥയായിക്കോട്ടെ, കർത്താവിൻ്റെ അനുഗമിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പറയണം, ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുമില്ല, ഞാൻ ഒരു നാളും നശിക്കത്തുമില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ആമേൻ. ഇത് പറയണമെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് കോൺഫിഡൻസോടെ പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ കോൺഫിഡൻസോടെ നമുക്ക് ഇത് പറയണമെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവരാകണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിനെ. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നേ. ഇനി നിങ്ങൾ ഈ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ഞാനിപ്പോൾ ആ വാക്യത്തിൽ പയ്യെ എല്ലാവരും സ്ക്രീനെ കാണുന്ന വാക്യം ഒന്ന് വായിച്ചേ.
ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങളിവിടെ നോക്കി, വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിലാകും. അപ്പോൾ വിശ്വസിച്ച വ്യക്തി ഇനി ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തീർത്തും നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച വ്യക്തി. അപ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു വ്യക്തി ഞാൻ വീണ്ടും പറഞ്ഞ വെള്ളത്തിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി ചെയ്യേണ്ട ആളാണ്. അല്ലാതെ ഞാൻ ബ്രദറെ ഇന്ന് ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞുകൊണ്ട് വരികയല്ല. തിരിച്ചറിഞ്ഞോണം എന്താണ് രക്ഷിക്കപ്പെടുന്നത്, എന്താണ് രക്ഷയിലൂടെ എനിക്ക് സംഭവിക്കുന്നത്, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. തിരിച്ചറിഞ്ഞ വ്യക്തിയെ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഇതെന്താ സംഭവം. ആ ബ്രദർ പറഞ്ഞു വെള്ളത്തിൽ മുങ്ങിക്കോ സ്നാനപ്പെടുമെന്ന് എന്നും പറഞ്ഞ് ചാടരുത്. വെള്ളസ്നാനത്തെ പറ്റി പറയുന്നു. നമ്മളെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ തൻ്റെ പരിജ്ഞാനത്താൽ നിന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനമായി നമുക്ക് തന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, നമുക്ക് ദാനമായി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഹി ഹാസ് ഗീവൺ us his precious and wonderful promises. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവുമായിട്ട് ചേരുമ്പോൾ, 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഹി ഹാസ് ഗീവൺ us his precious and wonderful promises. ദൈവത്തിൻ്റെ അതിമഹത്വമായതും വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ കയ്യിലോട്ട് ആദ്യം ഒരു ബൈബിളാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ സ്നാനമേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കരത്തിലേക്ക് ഒരു ബൈബിൾ അങ്ങ് എടുത്തു തരും. ഉടനെ പറയും, കർത്താവേ എൻ്റെ ബ്രദറെ എൻ്റെ കൊച്ചിൻ്റെ വിഷയം എന്താവും, ബൈബിൾ എടുത്തു തരും. എൻ്റെ രോഗം എന്താവും, ബൈബിൾ എടുത്തു തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി എങ്ങനെ ബ്രദറെ മുന്നോട്ട് ജീവിക്കുന്നത്, ബൈബിൾ എടുത്തു തരും. ഇതെന്താ ബ്രദറെ കാണിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ബ്രദറെ, ഇനി എൻ്റെ ജീവിതം എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ കുടുംബ ജീവിതം എന്തായിത്തീരും, എൻ്റെ തലമുറയുടെ കാര്യം എന്തായിത്തീരും, ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും ബ്രദർ, ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? ബൈബിൾ എടുത്ത് കയ്യിലോട്ട് തരും. ശ്രദ്ധിച്ചോണം, 4-ാമത്തെ വാക്യം നോക്കിയേ, നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി അടുത്ത വാക്യം നോക്കി, ഇവയാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് എന്ത് ചെയ്യണം? കൂട്ടാളികളാകുവാനിട വരുന്നു. ശ്രദ്ധിച്ചോണം, കൂട്ടാളികളാകുവാനല്ല, ആകണമെന്നല്ല, കൂട്ടാളികളായി തീരുവാൻ ഇട വരുന്നു. ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്ത പാർട്ടേക്കേഴ്സ് ആയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളായി തീർത്തിരിക്കുന്നു. ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ദൈവം ദിവ്യ സ്വഭാവത്തിന്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ എന്നെ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ പലപ്പോഴൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വചനം വെച്ചിട്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? ഇനി രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നു, നമ്മളെല്ലാം വർജിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യരുത്? ഒരു തെറ്റും കുറ്റവും ഒന്നും കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഇതാണ് ഏറ്റവും വലിയ പരാജയപ്പെടുത്തുന്ന ഒരു വാക്ക്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ അകത്തോട്ട് വന്നാൽ അവിടെ മുതൽ നിങ്ങളുടെ പരാജയം തുടങ്ങുക. നിങ്ങളെപ്പോഴും തിരിച്ചറിയണം, കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏറ്റവും നാശകരമായ അവസ്ഥയിൽ നിന്ന്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത പാപത്തിലും ശാപത്തിലും ഒരിക്കലും ഓവർകം ചെയ്യാൻ കഴിയാത്ത ബലഹീനതകളും വീക്ക്നെസ്സുകളും ഉള്ള നിങ്ങളെയാണ് യേശു തിരഞ്ഞെടുത്തത്. യേശു തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിന് അറിയാം. ഇപ്പം 2 വയസ്സുള്ള കൊച്ചിനോട് ഞാൻ പറയുകയാണ് കാറൊന്ന് ഓടിക്കാൻ പറഞ്ഞാൽ ആ കൊച്ചു ഓടിക്കോ ഇല്ലയോ? ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചിരി വരരുത് കേട്ടോ. ഈ ചോദ്യമൊക്കെ ഒന്ന് കേൾക്കണം. ഇല്ല. എന്തുകൊണ്ടാണ് അതിനെ ഓടിക്കാൻ കഴിയാത്തത്? 2 വയസ്സുള്ള കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ കാറ് തന്നെ അതിന് വലിയ കാര്യമാണ്. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളെ ദൈവം എന്ത് ചെയ്യാന്നറിയാം? അപ്പോൾ ഈ ലോകത്തിലോട്ടാണ്. ദൈവം ഒരിക്കലും നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. നിങ്ങൾ ഈ പ്രശ്നം നിറഞ്ഞ, ഈ വെല്ലുവിളി നിറഞ്ഞ, രോഗമുള്ള, പ്രശ്നങ്ങളുള്ള, ഈ എപ്പോഴും കുഴപ്പങ്ങളുള്ള, യുദ്ധങ്ങളുള്ള ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയും, ഇനി മുതൽ ഞാൻ നന്നായിട്ട് ജീവിക്കും. ഒരു തീരുമാനം എടുക്കുക. അപ്പം മുതൽ തുടങ്ങും നമ്മുടെ കഷ്ടകാലം. എൻ്റെ പുണ്യപ്രിയരെ മനസ്സിലാക്കണം, നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ഇനി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിക്കാനാ. പരിശുദ്ധാത്മാവിലുള്ള ആശ്രയ ജീവിതമാണ് വിശ്വാസ ജീവിതം. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമല്ല.
ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചിലർക്ക് ഈ പാപ സ്വഭാവമുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ട് പോലും ചില സമയത്ത് ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില വൈകല്യങ്ങളുണ്ട്, സ്വഭാവ വൈകല്യങ്ങളുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാവോ, ഇത് മാറാൻ വേണ്ടി അങ്ങോട്ട് ഭയങ്കരമാണ് ശരീരത്തെ ദണ്ഡിപ്പിക്കുക, കൺട്രോൾ ചെയ്യാൻ നോക്കും, വീണ്ടും വീണ്ടും അത് വർദ്ധിക്കും, പാപ സ്വഭാവം പിന്നെ വർദ്ധിക്കും. അവിടെ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, 2 കാര്യങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നത്. ഒന്ന്, അതിമഹത്തായ വാഗ്ദത്തം ബൈബിള് തുറക്കണം. രക്ഷിക്കപ്പെട്ടവന്റെ ആയുധം വചനമാണ്. 2, രക്ഷിക്കപ്പെട്ടവൻ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാണ്. അതായത് ഒരു കുഞ്ഞു കൊച്ചിനെ ഒരമ്മ ഒക്കത്ത് വെച്ച് നടത്തുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നടക്കേണ്ടത്. 6 മാസം പ്രായമുള്ള കൊച്ചിനോട് അമ്മ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നീ തന്നെ നടന്നു എന്ന് പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും, ആ കിടപ്പിൽ കിടന്ന് കരയത്തേ ഉള്ളൂ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ യേശു ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ നന്നാകാൻ നോക്കണ്ട, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ ആത്മാവ് നിങ്ങളെ നന്നായി ഒരു വ്യക്തിയാക്കി നടത്തും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വചനം ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട് എന്ത് ചെയ്യണം. അപ്പൊ ഈ ലോകത്തിൽ എന്തുണ്ട്? മോഹത്താലുള്ള നാശമുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ മിക്ക പ്രസംഗകരും പറയും, നിങ്ങൾ ഇതിനെ ജയിക്കണം, നിങ്ങൾ ഇതിനെ ജയിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ കയ്യിനോട് പറഞ്ഞു, നിന്റെ വാതിക്കെ പാപം കിടപ്പുണ്ട്, നീ അതിനെ ജയിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ മലാക്കി വരെ പറ്റിയിട്ടില്ല. മത്തായിക്ക് ശേഷം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയും. ഇവിടെ വചനം പറയുകയാണ്, ഈ ലോകത്താലുള്ള മോഹം വിട്ടൊഴിഞ്ഞ്, അപ്പൊ ഈ ലോകത്തിൽ നാശമുണ്ട്, മോഹത്താലുള്ള നാശമുണ്ട്. അതിനെ എന്ത് ചെയ്യണം? വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയിത്തീരുവാൻ ഇടവരുന്നു. ശ്രദ്ധിച്ച്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരും. ഡിവൈൻ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ്? ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണെന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ ദിവ്യ സ്വഭാവം ദൈവികമായ സ്വഭാവം, പരിശുദ്ധമായ സ്വഭാവം. കണ്ടോ, ഇവിടെയാണ് നിങ്ങളിപ്പോ പറഞ്ഞ ഉത്തരവെല്ലാം ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചുറ്റും വീടിന്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കേ, അയൽവക്കത്തോട്ട് നോക്കിക്കേ, ആ കവലയിലോട്ടൊന്ന് ഇറങ്ങിക്കേ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പാപങ്ങളും വിഷയങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളും നിൽക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞ ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതായത് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, അവരോട് മിണ്ടാൻ പറ്റത്തില്ല, ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് അവിടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണെന്ന് പറഞ്ഞാൽ ഡിവൈൻ നേച്ചർ. ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ആത്മീയ സ്വഭാവം, ആത്മീയമായിട്ടുള്ള സ്വഭാവം. ആ ഒരു സ്വഭാവം, ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്പിരിച്വൽ നേച്ചറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. കൊരിന്ത്യ ലേഖനം തുടങ്ങുമ്പോൾ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച്, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു നിങ്ങൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ വിശുദ്ധ സ്വഭാവം എന്നല്ല, അതിന്റെ അർത്ഥം ആത്മീയ സ്വഭാവം എന്നാ. ആത്മീയ സ്വഭാവം എന്താ? തൊട്ട് മുഴുവൻ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. അവയാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളാണ്. അപ്പൊ വചനം വിശ്വസിക്കണമെങ്കിൽ ഒരു നോർമൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക്, ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ബൈബിൾ വിശ്വസിക്കാതെ അലമ്പും വഴക്കുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾ ഈ വചനമൊക്കെ ഒന്ന് വിശ്വസിക്കുക, രക്ഷപ്പെടാൻ പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? നമ്മളെ ചിലപ്പോൾ ചീത്ത പറഞ്ഞിരിക്കും അല്ലേ? പക്ഷെ ഒരു ആത്മീയന്റെ കയ്യിലോട്ട് ബൈബിൾ കൊടുത്താൽ അവനത് എന്ത് ചെയ്തു? തുറന്നിട്ട് ബൈബിൾ വായിച്ചിട്ട് പറയും, കർത്താവായ യേശുവിൽ ഞാൻ ഒരു നാളും നശിക്കത്തില്ല. പക്ഷെ മറ്റവൻ എന്നാ പറഞ്ഞറിയോ? പിന്നെ ഈ ബൈബിളൊക്കെ അല്ലേ, ഇതൊക്കെ നടക്കാമെന്ന കാര്യമാണോ? അവൻ നമ്മളെ കളിയാക്കും. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? അവൻ സ്പിരിച്വൽ നേച്ചർ ഉള്ളവനല്ല. ദിവ്യ സ്വഭാവം എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ സ്പിരിച്വൽ മൈൻഡഡ് കൊണ്ട് കാർണൽ മൈൻഡഡ് കൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. ആമേൻ. അപ്പൊ ഈ ഒരു വാക്യം നമ്മൾ മറന്നുപോകല്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള വ്യക്തി നിങ്ങൾ ആരാണിപ്പം? ദിവ്യ സ്വഭാവം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഡിവൈൻ നേച്ചറാണ്, ആത്മസ്വഭാവമുള്ളവരാണ് നിങ്ങൾ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ആത്മാവിന്റെ ചിന്തയോ, നമ്മൾ റോമാലേഖനത്തിൽ പറഞ്ഞില്ല, ജഡത്തിന്റെ ചിന്ത മരണമെങ്കിൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാ? വചനത്തിലുള്ള ചിന്തകളാ.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതിമഹത്തായ വചനം കൈ തന്നിട്ട് നിങ്ങൾക്ക് ലോക മനുഷ്യനെ പോലെ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താൽ നശിക്കുന്നു. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അകപ്പെടുക, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയും. ഏതെങ്കിലും പ്രശ്നത്തിലുള്ളവരെന്ന് പെട്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും പ്രശ്നത്തിലുള്ളവർ. അടുത്തത് അടുത്തത് ഇനി ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രശ്നമുള്ളപ്പം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം, കുഞ്ഞുങ്ങളുടെ വിഷയം, കടത്തിന്റെ വിഷയം, രോഗവിഷയം ഇങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത്? എന്തിനാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത്? രോഗമുള്ളവർക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകാൻ മേലെ? ശ്രദ്ധിച്ചേ, രോഗമുള്ളവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മേലെ? അല്ലെ, കടഭാരമുള്ളവർക്ക് ബ്ലേഡുകാരുടെ അടുക്കിലേക്ക് പോയാൽ പോരെ? കുഞ്ഞുങ്ങളുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടി സ്കൂളിലേക്കോ ബാങ്കിലോട്ടോ കോളേജിലോട്ടോ പോയാൽ പോരെ? ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നത്? എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകാതെ? കണ്ടോ? അപ്പൊ നിങ്ങൾ ലോക മനുഷ്യൻ ചിന്തിക്കുവാണെങ്കിൽ രോഗമുള്ളവൻ ഹോസ്പിറ്റലിൽ പോകും. കുഞ്ഞുങ്ങളുടെ വിഷയം പരിഹരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കോളേജിൽ പോകണം, ഇനി അവന് പഠിക്കാനുള്ള സമ്പത്താണെങ്കിൽ ബാങ്കിൽ പോകണം, ഇനി അവൻ എന്തെങ്കിലും വിഷയത്തിലാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകണം, അവനെ ഉപദേശിക്കാൻ കൗൺസിലിംഗ് സെന്ററിൽ പോകണം. ഇനി കടഭാരമുള്ളവനാണെങ്കിൽ വീട് വിറ്റിട്ട് എന്ത് ചെയ്യണം? അത് കടം തീർക്കാനുള്ള വഴി നോക്കണം. ആ വഴിക്കാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഈ ലോകത്തിന്റെ മോഹത്താൽ ഒരു നാശം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കി, ഇവയാ നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹം. അപ്പൊ ഇവിടെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും തന്നിരിക്കുന്നു. അത് നമുക്ക് വാക്തത്വത്തിന്റെ രൂപത്തിലാണ്, വചനത്തിന്റെ രൂപത്തിലാണ് ഈ അനുഗ്രഹം എല്ലാം തന്നിരിക്കുന്നത്. ഇത് കൈയും വെച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുക. അപ്പോഴാണ് അയൽവക്കത്തെ പുള്ളി പറയുകയാണ്, രോഗമായിട്ടിരിക്കുകയാണ്, ദൈവമേ അവസാനം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ 6 മാസമേ ജീവിക്കത്തുള്ളൂ, ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിൽ നിൽക്കുക. അപ്പുറത്തെ വീട്ടിലെ ആ സഹോദരൻ പറയാണ്, കടം കയറി മുടിഞ്ഞിരിക്കുക, ഇനി ഞങ്ങൾ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാ. ഓപ്പോസിറ്റ് വീട്ടിലെ ആള് പറയാണ്, കുഞ്ഞുങ്ങൾ മൊത്തം വഷളായി, അവർ മുഴുവനും പല കൂട്ടുകെട്ടിൽ പോയിട്ട് വഷളായി തകർന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനി മരിച്ചാൽ മതി. കണ്ടോ, നിങ്ങളുടെ ചുറ്റുവട്ട ആൾക്കാർ ഇത് പറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്ന് യേശുവിനെ അംഗീകരിച്ച് നിൽക്കുന്ന വ്യക്തി, അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാക്തത്വം മുറുക്കെ പിടിച്ചുകൊണ്ട് അത് തുറന്നിട്ട് ഡിവൈൻ നേച്ചറുള്ള നിങ്ങള്, ദിവ്യ സ്വഭാവമുള്ള നിങ്ങള്, ആത്മീയരായ നിങ്ങള് എന്ത് ചെയ്യണം? അതിമഹത്തായ വാക്തത്വം തുറന്നിട്ട് നിങ്ങൾ നോക്കണം. രോഗമുള്ളവൻ 4th സ്റ്റേജിന്റെ ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാക്തം തുറന്നിട്ട് പറയണം, നിങ്ങൾ ഡിവൈൻ നേച്ചറുള്ള വ്യക്തി ആയതുകൊണ്ട്. നിങ്ങൾ ഉടനെ പറയും, ഇല്ല, എന്റെ യേശു എന്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഈ രോഗം യേശു വഹിച്ചതുകൊണ്ട് ഞാൻ ഇനി രോഗി അല്ല, യേശുവിന്റെ തിരുമുറിവിനാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സൗഖ്യത്തിന്റെ അവകാശിയാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇതാണ് ഡിവൈൻ നേച്ചർ. ഇതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ നേരെ തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട് കേട്ടോ, നമ്മൾ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് അതുമെല്ലാം അടിയിടി എല്ലാം കൊണ്ട് അപ്പുറത്തുകാരന്റെ എല്ലാ ചീത്തവിളിയും കൊണ്ട് അവന്റെ മുമ്പിൽ തകർക്കപ്പെട്ടവനായിട്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. കാര്യം എന്തുവാ? നിങ്ങൾ ദിവ്യ സ്വഭാവമുള്ളവരാ. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അതിമഹത്തായ വാക്തത്വം തുറന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അവർ പറയുന്നത് പോലെ പറയാനല്ല, ലോക മനുഷ്യൻ പറയുന്നത് പോലെ പറയാനല്ല, ലോകത്തിന്റെ നാശം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല. നമ്മൾ തുടക്കത്തിൽ വാക്യം വായിച്ചില്ല, യേശു പറഞ്ഞ വാക്ക് എന്തുവാണ്? നിങ്ങൾ ഇവിടെ നോക്കിയേ, യേശു പറഞ്ഞ വാക്ക് നോക്കിയേ. നമ്മൾ യോഹന്നാൻസിലെ സുവിശേഷത്തിൽ ആ വാക്ക് വചനം മറന്നുപോരും. അവയിൽ ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിക്കത്തില്ല. ശ്രദ്ധിച്ച് ഈ വാക്ക് നിങ്ങൾ നോക്കിയേ, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല. അവ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകത്തില്ല. ഇവിടെ നിങ്ങൾ പത്രോസിലെ ലേഖനത്തിൽ കണ്ടു നോക്കിയേ, ഈ ലോകത്തിന്റെ നാശം വിട്ടുകഴിഞ്ഞു. അപ്പൊ ഈ ലോകത്തിലൊരു നാശമുണ്ട്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ലോകത്തിൽ എന്തുണ്ട്? നാശം. യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല. കണ്ടോ, ലോകത്തിൽ നാശമുണ്ട്, ദൈവത്തിലുള്ളവൻ നശിക്കത്തില്ല. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ലോകത്തിലുള്ളവന്റെ ഇല്ലാത്ത വിലയേറിയ വാക്തത്വം നിങ്ങളുടെ ഇരിപ്പുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? നിങ്ങൾ നശിക്കത്തില്ല. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഡിവൈൻ നേച്ചർ ഉള്ളവരായിട്ട് പെരുമാറണം. അതുകൊണ്ടാണ് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ആ വ്യക്തിയോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ വചനം തുറന്ന് അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓരോ പ്രശ്നത്തെ നിങ്ങൾ ആത്മീയമായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കണം? വിവേചിക്കുവാൻ പഠിക്കണം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൽ ജീവിക്കേണ്ടത് വചനം വായിക്കണം. നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള സകല ദൈവദാസന്മാരെ പുറകെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. മൊത്തം ബ്രദർമാർ ദേവദാസന്മാരെല്ലാം പുറകെ പോയി അവസാനം ആരെയും പറഞ്ഞിട്ട് എല്ലാവരും തിരക്കുള്ളവരാണ്. എന്നിട്ട് പറയാം, ആ ബ്രദർ അങ്ങനെയാ, അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ എങ്ങനെയാ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണോ? യേശു നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ഒരിക്കലും നശിക്കത്തില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ ഡിവൈൻ നേച്ചർ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുതെന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിന് അപ്പൊ നമ്മൾ ഇതെല്ലാം ചിന്തിക്കുന്നുണ്ടെന്നറിയാവോ? ഈ ലോകക്കാരെ പോലെ ജീവിക്കരുത്, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മന്ദിരിക്കരുത്, വ്യഭിചരിക്കരുത്, മറ്റു പാപം ചെയ്യരുത്. അത് സത്യമാണ്. പക്ഷെ അവൻ ജീവിക്കുന്ന പോലെ അല്ല. അത് യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്നത് ലോകത്തിന്റെ വിശ്വാസം കൊണ്ടാണ്. കോവിഡ് വന്ന് എല്ലാം നശിക്കും, ഉടനെ നിങ്ങളും കൂടെ പോയി പറയാം എല്ലാം നശിക്കും എന്ന് പറയില്ല. കർത്താവിന്റെ കൃപയാൽ എനിക്കെതിരായിട്ട് വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഇവിടെ വാക്സിൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല, ഉടനെ പറയണം ഇല്ല എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ആമേൻ. അപ്പൊ നിങ്ങൾ അതിന് വിപരീതം, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. അവൻ ഇടപെടുന്നത് പോലെ നിങ്ങൾ ഇടപെടാൻ പോകരുത്. അവൻ പറയുന്നത് പോലെ ഏറ്റു പറയരുതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയിത്തീർന്നിരിക്കുന്നു. ആമേൻ. അപ്പൊ ഇങ്ങനെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീർന്നിരിക്കുന്ന നിങ്ങളെപ്പറ്റിയാണ് ഈ വചനം മൊത്തവും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ മുഴുവനും ദൈവത്തിന്റെ മക്കൾക്ക് അവകാശമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്? അപ്പൊ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വ്യക്തികൾ, ഇനി ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, ബ്രദറെ ഞാൻ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ എനിക്ക് ഒരാരാധന സ്വാതന്ത്ര്യമില്ല. ശ്രദ്ധിച്ചോണം, ഒരാരാധന സ്വാതന്ത്ര്യമില്ല. ആമേൻ. ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്നൊരു വാക്യമുണ്ട്. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും എന്ത് ചെയ്യുന്നില്ല? വിവേചിക്കപ്പെടുന്നില്ല. അപ്പൊ സകലത്തെ വിവേചിക്കുവാൻ ഒരു കൃപ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു, രക്ഷാ പദ്ധതിയെപ്പറ്റി അറിഞ്ഞു, നിങ്ങൾ ഇന്നൊരു തീരുമാനം, നിങ്ങൾക്ക് ഇത്രയും ഈ 2 ദിവസം പറഞ്ഞു വന്ന ഈ ഒരു വിഷയം നിങ്ങൾക്ക് ക്ലിയർ ആയി വരുന്നുണ്ടോ? മനസ്സിലായി വരുന്നുണ്ടോ? ഇത് വെറുതെ കേൾക്കുവാണോ? ഉണ്ടായി വരുന്നുണ്ട്. ആമേൻ. അപ്പൊ ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എങ്ങനെയാണ്? വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നൽകിയിരിക്കുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിൽ പോയിട്ട് തരണേ എന്ന് ഇനി പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ആ വാക്യം നോക്കിക്കേ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ തന്റെ പരിജ്ഞാനത്താൽ തന്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും തന്നിരിക്കുന്നു. ഈ തന്നത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇപ്പൊ കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഉടനെ കർത്താവ് ഒരു ചെക്ക് എഴുതി തരുമല്ല. കർത്താവ് എന്ത് ചെയ്യുമല്ല, ഒരു ബണ്ടില് കാശ് എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് തരുമല്ല, പകരം വചനത്തിന്റെ രൂപത്തിൽ തരികയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ പറയുകയാണ്, കർത്താവ് ഞാൻ കടഭാരത്തിന്റെ അകത്ത് ഇരിക്കുന്നു, ഞാൻ ഒത്തിരി ലോൺ എടുത്തു, ഒന്നും കിട്ടുന്നില്ല, ബാങ്കിൽ പോയി ഒന്നും കിട്ടുന്നില്ല, പല വാതിലും മുട്ടി ഒന്നും കിട്ടുന്നില്ല, ഞാനിപ്പോൾ ഒരാളുടെ കടം മേടിക്കാൻ വേണ്ടി പോവാ, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കടക്കാരന്റെ ഹൃദയം തുറന്നിട്ട് എനിക്ക് കടം തരാൻ വേണ്ടി പലിശ ഡബിളാണ്, എന്നാലും ബ്രദർ പ്രാർത്ഥിക്കണം. ആ കടക്കാരന്റെ ഹൃദയം തുറന്ന് ഡബിൾ പലിശയ്ക്ക് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറയും ബൈബിൾ വായിക്കാൻ പറയും. എൻ്റെ ബ്രദറെ, ഞാൻ ഈ തകർന്ന് തരിപ്പടമായിട്ടിരിക്കുമ്പോഴാണോ ബ്രദർ ഈ ബൈബിൾ വായിക്കാൻ വേണ്ടി പറയുന്നത്? തുറക്ക്. ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും 2 കൊരിന്ത്യർ 8:9 പറഞ്ഞ് സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടത് നിങ്ങൾ നിമിത്തം യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു. ഉൽപ്പത്തി പറയുന്ന അബ്രഹാമിന്റെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പൊന്ന് വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പ. എൻ്റെ അർത്ഥം പൊന്നും സ്വർണവും വെള്ളിയും ഒക്കെ നമുക്ക് അവകാശങ്ങളാണ്.
പൊന്ന്, വെള്ളി, ആടുമാടുകൾ എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു. അടുത്ത വാക്യത്തിൽ ധനവും മാനവും പുരാതന സമ്പത്തും നിങ്ങൾക്കുള്ളത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പിന്തുടരും. അടുത്ത വാക്യത്തിൽ പറയുന്നത് ജാതികളുടെ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് വരും. പിന്നെ നമ്മൾ വാക്യം നോക്കുമ്പോഴേക്ക് ഇതെല്ലാം വന്ന് ക്രോഡീകരിച്ചിട്ട് പറയണം, എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തരം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തരും. ബ്രദറെ, ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. അപ്രകാരം പറഞ്ഞു, ഇതേ അവിടെ ചെന്ന് കടം ചോദിക്ക്, ഇപ്രകാരം പറഞ്ഞു ഇവിടെ ചെന്ന് ചോദിക്ക്, അപ്രകാരം പറഞ്ഞ വീട് അങ്ങോട്ട് വിൽക്ക്, നാട്ടുകാരൻ പറഞ്ഞ വീട് സ്ഥലം ഇങ്ങോട്ട് എഴുതിത്താ, ഉള്ളത് അങ്ങോട്ട് തരാം. നമ്മൾ പറയുന്ന എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർന്നു തരും. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പത്രോസ് ലീഗ ഒരിക്കൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് ഓർത്തോണം, ഉണ്ടായിരുന്ന ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് പത്രോസ് ലീഗ യേശുവിൻ്റെ പുറകെ പോകുന്നത്. കാര്യം വല്ലപ്പോഴും 2 മീൻ കിട്ടുന്നെങ്കിൽ പോലും ഒരു ജോലി പത്രോസ് ലീഗയ്ക്ക് ഉണ്ടായിരുന്നു. കാര്യം മീൻപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹത്തിനോട് യേശു പറഞ്ഞു, നീ നിന്റെ വള്ളവും വലയൊക്കെ വിട്ടേച്ച് എൻ്റെ പുറകെ വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. കർത്താവിൻ്റെ പുറകെ വന്നു, ശരിയാണ്. പക്ഷെ കരമടയ്ക്കേണ്ട സ്ഥാനക്കാരന് യേശുവിൻ്റെ പുറകെ പോയതുകൊണ്ട് പത്രോസ് ലീഹായ്ക്കയുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയച്ചു. ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഇന്ന് നീ കരമടയ്ക്ക്, ടാക്സ് അടയ്ക്കണം. ഇപ്പം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയോട് പത്രോസ് ലീഹ പറയുക, അയ്യോ കരമടയ്ക്കുന്ന ഗവൺമെൻറ് യേശുവിൻ്റെ പുറകെ പോകുന്ന എനിക്ക് എന്തിനാ കരം എന്ന് തിരിച്ചൊരു ലെറ്റർ അയച്ചാൽ തിരിച്ചവിടുത്തെ ഒരു മറുപടി, യേശു ആരാണ്? ഞങ്ങൾ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിന് എന്ത് വേണം? ടാക്സ് കിട്ടണം. ഉടനെ പത്രോസിലേക്ക് മനസ്സിലായി, ഇനി വെറുതെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. പത്രോസിലേക്ക് യേശുവിനൊന്ന്, കർത്താവേ നമുക്ക് കരമടച്ചേ പറ്റത്തുള്ളൂ. ഉടനെ ചോദ്യം, എന്തിനാ യേശുവിനോട് വന്ന് പറയുന്നത്? പത്രോസിലേക്ക് പറയും, ഞാൻ പിന്നെ ആരോടാ പറയേണ്ടത്? കാര്യം എൻ്റെ ഉണ്ടായിരുന്ന വരുമാന മാർഗത്തെ കളഞ്ഞിട്ട് എൻ്റെ പുറകെ വരാൻ യേശു പറഞ്ഞു, ഇനി എനിക്ക് വേറെ വഴിയില്ല. ഇതാണ് ദൈവാശ്രയം. ഉടനെ യേശു എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യും, ഉണ്ടായിരുന്ന ഒരു മോതിര ഊരി കൊടുത്തിട്ട് പറയുകയാണ്, ഇതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് കുറച്ച് പൈസയായിട്ട് വാ എന്നാണോ യേശു പറഞ്ഞത്? ആർക്കെങ്കിലും ബൈബിൾ വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എന്താ യേശു പറഞ്ഞത്? ആ വാക്യം ഉണ്ടോ എന്ന് എടുക്കണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാം ഇനി ശ്രദ്ധിച്ചോണം. ഇനി ഇവിടെയാണ് എങ്ങനെയാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വചനം പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 24 മുതൽ ഞാൻ വായിക്കാൻ വേണ്ടി പോകണം. കണ്ടോണം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യം നിങ്ങൾ നോക്കിക്കോണം. അവിടെ നിങ്ങൾ നോക്കണം, അവൻ കഫർന്നഭൂമിയിലെത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കലേക്ക് വന്നു, നിങ്ങൾ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു. ഉവ്വ് എന്നവർ പറഞ്ഞു. അവർ വീട്ടിൽ വന്നപ്പോൾ യേശുവിനോട്, ശീമോനെ നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിൽ രാജാക്കന്മാർ ചുങ്കമോ കരമോ അവരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യരല്ല എന്ന് മട്ടിൽ ചോദിച്ചു. അന്യനെന്ന് പറഞ്ഞു. ഉടനെ യേശു പറയുകയാണ്, യേശുവിനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ല, എങ്കിലും നിങ്ങൾ മറ്റൊരു ഭാഗത്ത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഈ വാക്ക് ഞാൻ എങ്കിലും നാം ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് പത്രോസ് ലീഹ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. നീ കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ എടുക്കുക, അതിൻ്റെ വായിൽ തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെ പോയാ ചൂണ്ടയിടേണ്ടത്? അക്വേറിയത്തിലാണോ? അക്വേറിയത്തിൽ വല്ലതാണോ? എന്റെ പ്രിയരെ, കടലിൽ പോയി കഴിഞ്ഞാൽ എത്ര മീൻ കാണും അവിടെ? ഒന്ന് പറഞ്ഞു, എത്ര മീൻ കാണും? 1000? എണ്ണാൻ പറ്റാത്ത വിധം. എണ്ണാൻ പറ്റാത്ത. ഒന്ന് ആലോചിച്ച് നോക്കി, കടലിൽ ചെന്ന് മീൻ പിടിച്ചാൽ എത്ര തരം മീനുണ്ടെന്നോ എത്ര ലക്ഷമുണ്ട് നമുക്കറിയത്തില്ല. കണക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാണ്. കടലിന്റെ ആഴങ്ങൾ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. വചനം പറയുന്നത്, നീ കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ കണ്ടോ. എനിക്കിതൊക്കെയാണ് വലിയ ഇഷ്ടം. ആദ്യം കിട്ടുന്ന മീനിന്റെ വായ് തുറക്കുമ്പോൾ ചതുർദ്രഹ്മപ്പണം. ഞാൻ ചോദിച്ചോട്ടെ, കടലിൽ നാണയത്തൊട്ടടിക്കുന്ന ഏതെങ്കിലും ഒരു മെഷീൻ ഉണ്ടോ? ഇനി മീൻ എങ്ങനെയാണ് ഈ പൈസ വിഴുങ്ങി ജീവനോടെ അതിനിരിക്കാൻ പറ്റുന്നത്? ഇനി പോട്ടെ, കടലിന്റെ അടിത്തട്ടിൽ ഇതിന് എവിടുന്ന് കാശ് കിട്ടി? ഇത് ഏത് എന്താ പറയുന്നത് നോട്ടടിക്കുന്ന സ്ഥലത്താണ് ഇത് ഇവിടുന്ന് പൈസ കിട്ടിയത്? ഇങ്ങനെ അന്വേഷിച്ച് കടലിലോട്ട് ആഴത്തിലിറങ്ങിയ പിന്നെ അവൻ തിരിച്ചു വരത്തില്ല. കാര്യം നമുക്കറിയാം, സയൻസ് പോലും കടലിന്റെ ആഴത്തിന്റെ ഒരു അംശം പോലും, ഭൂമിയിൽ കണ്ടുപിടിച്ചെന്ന ഒരു അംശം പോലും കടലിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അല്ലേ? ഇവിടെ പറയുകയാണ്, ആദ്യം കിട്ടുന്ന മീനിൻ്റെ അകത്ത് ഒരു ചതുർദ്രഹ്മ പണം കാണാം. അതെടുത്തിട്ട് ഒന്നാലോചിച്ചു, കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ടോ? നമ്മളിപ്പോഴും തപ്പുന്നത് നമുക്ക് ചുറ്റുമുള്ള ഏതൊക്കെയോ ഒരു സാധ്യതകളാണ്. ഒരു വിശ്വാസി തപ്പേണ്ടത് ചുറ്റുമുള്ള സാധ്യതകളെ പറ്റിയല്ല. ഇവിടുത്തെ ഈ ബ്രെയിൻ നമ്മൾ കുറച്ചു നേരത്തേക്കൊന്ന് മാറ്റിവെക്കണം. അതുകൊണ്ടാണ് അതിമഹത്തായ വാട്ടർത്തം കിട്ടി. ഒരു ഡിവൈൻ നേച്ചർ ഉള്ളവരാണ് നിങ്ങൾ ഈ ലോക മനുഷ്യൻ കണക്ട് ചെയ്യുന്നത് പോലെ, ആ ബ്രദറെ ഞാനൊരു പലിശക്കാട് പൈസ വെച്ചിട്ടുണ്ട്, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഇരട്ടി പലിശയ്ക്ക് കിട്ടണം. ഇതല്ല ഡിവൈൻ നേച്ചർ. പത്രോസിലേക്ക് പലിശക്കാരില്ല, ആ നാട്ടിൽ പലിശക്കാരും ചുങ്കക്കാരും ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾക്ക് മറ്റൊരു വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, മത്തായിലല്ല, ലൂക്കോസിന് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറയുകയാണ്, ഈ നമ്മൾ കരം കൊടുക്കണമെന്നുള്ളത് പത്രോസ്ലീഗ യേശുക്രിസ്തുവിന് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പത്രോസ്ലീഗയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇതേ ഒരു കാര്യം ചെയ്ത് ഗൂഗിൾ പേ ഇട്ട് തരാവോ, ഞങ്ങൾക്ക് കരമടയ്ക്കാൻ വേണ്ടി. യേശു ആണെങ്കിൽ കാശും കയ്യിലൊന്നുമില്ല. വേണമെങ്കിൽ യൂദ പണസഞ്ചി സൂക്ഷിക്കുന്നയാളാ, കർത്താവിന് അവിടുന്ന് കാശെടുക്കാൻ മേലെ, ആ പണസഞ്ചിക്കകത്തുനിന്ന് ഈ ചതുർദ്രം പണമെടുത്ത് കൊടുക്കാൻ മേലെ. പിന്നെ എന്തുകൊണ്ടാണ് പത്രോസ് ലീഹായോട് പറയുകയാണ്, നീ മീൻ പിടിക്കണം? അതിൻ്റെ അർത്ഥം ഒരിക്കലും കടലിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, ഞാൻ പറഞ്ഞ കണക്ക് ചിലപ്പോൾ തെറ്റാണ്, ക്ഷമിക്കണം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മീനുകളുള്ള സ്ഥലത്ത് നിന്നും അതിൻ്റെ അകത്ത് ചതുർദ്രഹ്മ പണമുള്ളൊരു മീൻ തന്നെ ഈ മനുഷ്യൻ ചൂണ്ടയിടുന്ന സമയത്ത് വന്ന് കൊത്തണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി മിറക്കിൾ മണി ഉണ്ടാവും, മിറക്കിൾ മണികൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ഇത് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ വിമർശിക്കുന്നവൻ ലോകത്തിൻ്റെ ആത്മാവുള്ളവനാ. അവന് ബൈബിൾ കയ്യിലുണ്ടെന്നേ ഉള്ളൂ. അവൻ ലോകത്തിൻ്റെ ആത്മാവിൽ ചിന്തിക്കുന്നവനാ. ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ് ലീഗ ഈ മീൻ്റെ വായിൽ നിന്നും ചതുർദ്രഹ്മ പണം എടുത്തുകൊണ്ട് വന്നിട്ട് ടാക്സ് അടച്ചിട്ട് സാക്ഷ്യം പറയുവാണ്, കഴിഞ്ഞ ദിവസം കർത്താവിൽ ഞാൻ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഞെരുങ്ങുമായിരുന്നു. ഞങ്ങൾ ഞെരുക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ മീനിൻ്റെ വാ തുറന്നപ്പോഴേക്കും ദേ ചതുർദ്രഹ്മ പണം ഇരിക്കുന്നു. ഉടനെ അവിടെ ഇരുന്ന ആൾക്കാർ, പിന്നെ കർത്താവ് ഇങ്ങനെ പൈസ അങ്ങ് തരാൻ വേണ്ടി പോവല്ലേ? മീൻ്റെ അകത്ത് കർത്താവിന് ഇതാണോ പണി? എന്നൊക്കെ നമ്മളിങ്ങനെ ആഴമായി ചിന്തിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ഈ ലോകത്തിലുള്ളവനാ, ഡിവൈൻ നേച്ചർ ഉള്ളവനല്ല. ഡിവൈൻ നേച്ചർ ഉള്ളവനാ പറയും, കർത്താവിന് മീൻ്റെ അകത്ത് മാത്രമല്ല പത്രോസേ, ആ തിരഞ്ഞു പോകുന്ന തിരമാലയ്ക്കകത്ത് വരെ നിനക്ക് വേണ്ടി നന്മ ഒളിപ്പിച്ചു വെക്കുന്നയാളാ. ഇതാണ് ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവമുള്ളവർ. സ്പിരിച്വൽ ബീൻ നമ്മളെ പറ്റി എപ്പോഴും പറയത്തില്ലേ? ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയത്തില്ല, വി ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന് പറയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഡിവൈൻ നേച്ചർ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും. നിങ്ങൾ എന്തിനാ ഈ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നത്? ഈ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിക്കിടയ്ക്ക് യാത്രയിലൊക്കെ നിങ്ങൾ ഇല്ലാത്ത സമയം നിർമ്മിച്ച് ഈ പ്രാർത്ഥനയിൽ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങളെ ആകർഷിക്കുന്ന ഏതൊക്കെയോ വചനമായ ആഹാരം ലഭിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, രോഗമുള്ള വ്യക്തി എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകാതെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? ഇവിടെ ആരെങ്കിലും ഡോക്ടർമാരുണ്ടോ? കടവാരത്തിൽ തകർന്നിരിക്കുന്ന വ്യക്തി എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? കൊച്ചിൻ്റെ വിഷയത്തിൽ തകർന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? നിങ്ങൾക്കറിയാം ഇവിടെ എന്തോ ഉറപ്പുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തൊരു ഡിവൈൻ നേച്ചർ വന്നിട്ടുണ്ട്. ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായിട്ടുണ്ട് നിങ്ങൾ. എപ്പോഴും ഈ ദിവ്യ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ആയിട്ടുള്ള, ദൈവികമായിട്ടുള്ള ഒരു നേച്ചറാണ് യേശുവിൽ വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സംസാരവും പ്രവൃത്തിയൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു സംസാരിച്ചത് ഈ ലോകത്തിലുള്ള ആൾ സംസാരിക്കുന്ന പോലെയാണോ? എപ്പോഴും നമ്മൾ പറയുന്നല്ലേ. ഈ ലോകത്തിലൊരു വ്യക്തിയാണെങ്കിൽ ലാസറിൻ്റെ മരിച്ച വീട്ടിൽ ചെന്ന് 4 ദിവസമായി നാറ്റം വന്നൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? മാർത്തേനെ മറിയാൻ അടുത്ത് വിളിച്ചിട്ട്, സാരമില്ല കേട്ടോ, ഇത് വിധിയാണ്, എന്നാ ചെയ്യാനാ, ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം, അങ്ങനെ കുറേ ആലങ്കാരികമായിട്ടുള്ള വാക്കെല്ലാം പറഞ്ഞ് യെരുശലേമിലെ യഹൂദിൽ നല്ല ഒന്നാമതൊരു റീത്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് യേശുവിൻ്റെ പേരൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് പത്രോസ് ലീഗയുടെ പേരും വേണേൽ ആഡ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് വലിയൊരു പ്രസംഗമെല്ലാം പ്രസംഗിച്ച് കർത്താവ് എന്ത് ചെയ്താൽ ഈ സാധാരണ ഒരു മനുഷ്യൻ പോലെ. പക്ഷെ കർത്താവിൻ്റെ ഡിവൈൻ നേച്ചർ ആയതുകൊണ്ട് ആ നാറ്റം വെച്ച കല്ലറയ്ക്ക് യഹൂദനും അവിടെയുള്ള സകല നാട്ടുകാരും കാണുകെ, അവിടെ വചനം പറഞ്ഞൊരു വാക്കുണ്ട്, 4 ദിവസമായിട്ടും അവരുടെ ദുഃഖം കാരണം ആരും അവരെ വിട്ട്, പലരും അവിടെ ഉണ്ടായിരുന്നു, പലരും അവരെ വിട്ടുപോയില്ല. കൂടെ കരയാൻ വേണ്ടിയും കരയാനും ഒക്കെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ യേശു ഡിവൈൻ നേച്ചറുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആ നാറ്റം വന്ന കല്ലറയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഉള്ളത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, യേശുവേ ആ മകൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി പോവുക. കണ്ടോ? ഡിവൈൻ നേച്ചർ ഉള്ളവൻ ആമേൻ പറയാൻ പറ്റും. ഡിവൈൻ നേച്ചർ ഇല്ലാത്തവൻ പറയും വലിയ എന്തോ ഭ്രാന്ത, ഇവിടെ നടക്കാൻ പോലും വല്ല നാറ്റം വന്നിട്ട്.
മരിച്ചവന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് വരുന്ന നാറ്റം വന്നിട്ട് അപ്പം അവിടെ നോക്കി പഞ്ഞു വെച്ചാൽ പറയും ഞങ്ങൾ എന്തുവാ വിഡ്ഢികളാണോ? അവിടെ നോക്കിയ വൈദ്യം പറയും ഞങ്ങൾ എന്താ മണ്ടന്മാരാണോ? 4 ദിവസമായിട്ട് നിലവിളിച്ച് കരഞ്ഞ് കണ്ണുനീർ വാർത്ത കുടുംബക്കാർ പറയും ഞങ്ങൾക്ക് ഉറപ്പല്ലേ മരിച്ച ഡെഡ് ബോഡി ഞങ്ങളുടെ കല്ലറ വെച്ചത്. ഡിവൈൻ നേച്ചറുള്ളവൻ പറയും ഇപ്പോൾ ഉയർക്കാൻ വേണ്ടി പോവാ. കാര്യം ഡിവൈൻ നേച്ചറുള്ളവൻ കണക്ട് ചെയ്തിരിക്കുന്നത് പ്രോമിസുകളുമായിട്ടാണ്, ദൈവത്തിന്റെ ചിന്തകളുമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ഡിവൈൻ നേച്ചറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുവാണ് നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ നോക്കി, കടലിൽ ചെന്ന് ഒരു ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെടുക്കുക, അതിൻ്റെ വായിൽ തുറക്കുമ്പോൾ ചതുർദ്രഹ്മപ്പണം കാണും. ഇപ്പം നിങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ ഭർത്താവേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പിടിക്കുന്ന ആദ്യത്തെ മീൻ്റെ അകത്ത് ഇത് കിട്ടിയില്ല എന്നെ അടുക്കും. നമ്മൾ അപ്പം തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എഴുതി വെക്കും. ഈ ചിട്ടിക്കാരൻ്റെയോ കടക്കാരൻ്റെയോ ഫോൺ നമ്പർ അപ്പം തന്നെ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെച്ച് വിളിക്കാൻ തയ്യാറായി. കിട്ടിയില്ലെങ്കിലോ? ദൈവത്തിൻ്റെ കൃപയാൽ പത്രോസ്ലീഹായുടെ ഫോണില്ലാത്തത് കൊണ്ട് സ്തോത്രം. അല്ലെങ്കിൽ പോകുന്ന വഴി മൊത്തം വിളിച്ചതിനെ യോഹന്നാനെ ഒരു 500 ഒന്ന് മറിക്കാൻ കാണുമോ, 2000 എന്തെങ്കിലും വഴി കാണുമോ? കാര്യം എന്തുവാ, ഞങ്ങൾ വിശ്വാസത്തിൽ പോവുകയാണ്, പക്ഷേ ഇനി അഥവാ ആ വഴി തുറന്നില്ലെങ്കിലോ? കാര്യം മൊബൈൽ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് പലപ്പോഴും പല ഓപ്ഷനുകൾ വന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഇറങ്ങിയവനാണ് നിങ്ങൾ. യേശുവിൻ്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നേ ഞാൻ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ട്രെയിനിങ് നിങ്ങൾ പഠിക്കണം. ബ്രദറും സിസ്റ്ററും അവരുമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഭയങ്കര ബലത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞ് പഠിക്കരുത്. യേശു ഉള്ളതുകൊണ്ട് ഞാൻ നിൽക്കുമെന്നുള്ള ധൈര്യത്തിലും ഉറപ്പിലും വളരാൻ പഠിക്കണം നിങ്ങൾ. കർത്താവ് ഓർത്ത് ശിഷ്യന്മാരോർത്ത് എപ്പോഴും യേശു കൂടെ കാണുമെന്ന്. അവരെപ്പോഴും യേശുവിൻ്റെ കൂടെ നടന്ന അവസാനം ഒരു ദിവസം കർത്താവ് അവരെ വിട്ടേച്ചു പോയി. ഇവർ പേടിച്ച് വിറച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴേക്കും അവർ യഹൂദനെ പേടിച്ച് ഒരടച്ച മുറിയിൽ കയറിയിരിക്കുക. പുറത്തോട്ട് പോകാൻ പേടിയാ. മറ്റേത് നെഞ്ചും പിരിച്ച് യെരുശലേമിലായിക്കോട്ടെ യഹൂദിയിലായിക്കോട്ടെ ഇങ്ങനെ യേശുവിൻ്റെ കൂടെ ബലം പിടിച്ച് നടന്ന ആൾക്കാരാണ് ശിഷ്യന്മാർ. പക്ഷേ യേശു ഇവരെ ഇട്ടേച്ചങ്ങ് പോയപ്പോൾ അങ്ങ് പേടിയായിപ്പോയി. കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ കളഞ്ഞിട്ട് പോകുന്നുമല്ല, പരിശുദ്ധാത്മാവ് എന്നെ വാട്ടം തന്നിട്ടുണ്ട്, ഇനി പേടിക്കൊന്നും വേണ്ട. യേശു പറഞ്ഞൊരു വാക്ക് കണ്ടിട്ടുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാലോ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യേശു പറഞ്ഞ വാക്ക് നോക്കി, ഞാൻ പോകുന്നത് പ്രയോജനമാണ് കേട്ടോ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഗുണമാ, ദോഷമല്ല. കാര്യം വലിയ ആൾ വരാൻ പോവാ, പരിശുദ്ധ ആത്മാവ് വരാൻ വേണ്ടി. ഇതാണ് വിശ്വാസ ജീവിതം. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡിവൈൻ നേച്ചറിൽ ചിന്തിക്കാൻ പറ്റുന്നത്. അത്ഭുതം നടക്കുമെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആമേൻ പറഞ്ഞ് എടുക്കാൻ പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ അകത്ത് ദൈവം പ്രവചന ആലോചന വേണ്ടിയേക്കും ചിലർ പറയത്തില്ല, വെറുതെ ഞാനത് ആമേൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ആമേൻ പറഞ്ഞ് എടുക്കാൻ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം സൗകര്യം ഇന്നലെ ഒരു സാക്ഷി നിങ്ങൾ താമസിച്ച് കേട്ടാൻ പറ്റും കാണത്തില്ലായിരിക്കും. ആൻറ്റി പറഞ്ഞതുപോലെ ആൻറ്റിയുടെ മോൻ്റെ പേര് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവിൽ പ്രവചനത്തിലൂടെ 3 പ്രാവശ്യം പേര് വെളിപ്പെടുത്തി. ആൻറ്റി ഇന്നലെ സാക്ഷ്യം പറഞ്ഞു, കുടുംബജീവിതം തകർന്ന് തരിപ്പടമാട്ടിക്കുന്ന സമയത്താണ് ആ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഞാനൊരു കാര്യം, ഒരു പ്രവചനം വെളിപ്പെടുമ്പോൾ അതിൻ്റെ അകത്തൊരു അത്ഭുതമുണ്ട്. ആൻറ്റി അത് ഏറ്റെടുത്തു. ഭയങ്കര പറഞ്ഞൊരു വാക്കുണ്ട്, ആർക്കും ശരിയാക്കാൻ പറ്റാത്തൊരു വിഷയത്തിൽ കിടക്കുമായിരുന്നു, പക്ഷെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത്. ഇന്നലെ സാക്ഷി നിങ്ങൾ കേട്ടായിരുന്നു, അവൻ്റെ കുടുംബജീവിതം ഒരു അനുഗ്രഹമായി തീർന്നു. ആമേൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഡിവൈൻ നേച്ചറിൻ്റെ അകത്ത് നമുക്ക് പരിഹാരമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ കടഭാരത്തിൻ്റെ അടുത്ത് അതുകൊണ്ട് പത്രോസ്ലീഹയുടെ ആ സ്ട്രഗിൾ എടുത്തുകൊണ്ട്, അല്ലാതെ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് സഹോദര കർത്താവ് തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നമ്മളത് ഉപയോഗിക്കാൻ പഠിക്കണം, വിശ്വസിക്കണം, ആ വചനം ഏറ്റുപറ. എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണം എനിക്ക് തീർത്ത് തരും. ഓൾ യുവർ നീഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, എൻ്റെ ആവശ്യങ്ങളൊക്കെയും. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈൻ നേച്ചർ ചിന്തിക്കണം. ഡിവൈൻ നേച്ചറിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം, ആത്മീയരെ പോലെ ചിന്തിക്കണം. മീൻ്റെ അകത്തും പൈസ വരും, എൻ്റെ ബാങ്കിൽ മിറക്കിൾ മണി വരും. അവിടെ ആൾക്കാർ പറയും ഇവിടുന്നായി കാശ് എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഇടയിൽ ഒത്തിരി മിറക്കിൾ മണിയുടെ സാക്ഷി നമ്മൾ കേട്ടായിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഈ ഞാൻ പറഞ്ഞില്ല അക്കൗണ്ടുകളിലേക്ക് നന്മ വന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്കറിയാം ഒത്തിരി വിമർശകരുണ്ട്, ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. എന്തിനാ നമ്മൾ അവരുടെ പുറകെ പോയിട്ട് പ്രത്യേകിച്ച് ഗുണവും? എനിക്ക് എന്തായാലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തായാലും കർത്താവിൽ വിശ്വസിക്കുന്നവന് നന്മ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ അത് എതിർക്കുന്നത്? ആമേൻ. ഈ ദിവസങ്ങളിൽ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഡിവൈൻ നേച്ചർ. എൻ്റെ രോഗം ബ്രദറെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ തുള്ളി ചാടി ആരാധിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അങ്ങനത്തെ ഒരു പാട്ടൊക്കെ പാടിക്ക്. സമയമാ രഥത്തിലേക്ക് പോകാൻ നിൽക്കാതെ
എത്രത്തോളം ചേർന്ന ദൈവത്തിന്റെ പാട്ടൊക്കെ ഇട്ട് നിങ്ങളൊന്ന് കണ്ണടച്ച് കണ്ടേ. ആ അപ്പോസ്തല പ്രവൃത്തിയിൽ ജന്മനാ മുടന്തനായവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചതുപോലെ ഞാൻ എൻ്റെ പറമ്പിലും വീട്ടിലും നാട്ടിലും ഒക്കെ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഇന്നാൾ പറഞ്ഞതല്ലേ, കുറെ കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഒരു ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വീഡിയോ വന്നായിരുന്നു. എനിക്കൊന്ന് ട്രിവാൻഡ്രത്തുണ്ട് എങ്ങോട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ. അതിൻ്റെ താഴെ മൊത്തം ഭയങ്കര കമൻറ്റ്, ഇവന് ഭ്രാന്താണ്, ഇങ്ങനെയാണോ ദൈവസന്നിധി കടന്ന് തുള്ളിച്ചാടേണ്ടത്, ഇങ്ങനെയാണോ കടന്ന് ആരാധിക്കേണ്ടത്, ഇങ്ങനെയാണോ കടന്ന് പേക്കൂത്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റുകൾ, വിശ്വാസികൾ ഇട്ടേക്കുന്നത് ഭയങ്കര കമൻറ്റുകൾ. അപ്പം പിന്നീടാണ് ഞാൻ ആ മനുഷ്യൻ്റെ സാക്ഷി പറഞ്ഞത്. അവൻ ഒരു ഡാൻസുകാരൻ എന്തോ ആയിരുന്നു. അങ്ങനെ ഡാൻസുകാരൻ എന്തോ അവൻ്റെ സ്റ്റേജിൽ വെച്ചൊരു വീഴ്ച ഉണ്ടായിട്ട് അവൻ്റെ കാലൊരു ഫ്രാക്ചർ ഉണ്ടായിട്ട് വലിയൊരു വീഴ്ചയായിരുന്നു. അത് നിമിത്തം അത് കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ മുറിച്ചു കൊണ്ട അവസ്ഥയിൽ ഡോക്ടർ വന്നിട്ട് വീട്ടുകാരെ കൊണ്ടെല്ലാം സൈൻ എടുപ്പിച്ചു. അതിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി, കാരണം അത്രത്തോളം വലിയൊരു ഫ്രാക്ചർ ആ മനുഷ്യനുണ്ടായി. ആക്സിഡൻ്റ് ആണോ അതോ സ്റ്റേജിൽ വെച്ചാണോ എന്തോ സംഭവിച്ചു. അപ്പോൾ അത് നിമിത്തം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ കുടുംബത്തിൽ ഏതോ വകയിലുള്ള ഒരു ആത്മീയ സ്വഭാവമുള്ള ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾ വന്നിട്ട്, സഹോദര ലാസ്റ്റ് ടൈമിൽ പറയുക, നീ കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാണ്, യേശു നിന്നെ വിടുവിക്കുമെന്ന്, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, കർത്താവ് നിന്നെ ഹെൽപ്പ് ചെയ്യും. ഈ പുള്ളിയാണ് വേദന കൊണ്ട് പൊളയുവാണ്, ഇനി തനിക്ക് കാലില്ല, താൻ സ്നേഹിച്ചൊരു പ്രൊഫഷൻ ഉണ്ടായാൽ ഇതെല്ലാം നഷ്ടപ്പെടാൻ വേണ്ടി പോവാ. പുള്ളി ഒരൊറ്റ ചോദ്യം ചോദിച്ചു, മോനെ നിന്നെ യേശു വിടുവിച്ചാൽ നീ യേശുവിന് വേണ്ടി നിൽക്കാവോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് അത്രയും ആഴത്തിലൊന്നും അറിയത്തില്ല. പുള്ളി എനിക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയാൽ ഞാൻ ഉറപ്പാണ് യേശുവിന് വേണ്ടി ഞാൻ ഓടുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയണമോ, അവസാന നിമിഷത്തെ ചെക്കപ്പിന് വേണ്ടി ഡോക്ടർ കയറ്റിയപ്പോഴേക്കും ചലിക്കാത്ത കാലുകൾ ചലിക്കുവാൻ തുടങ്ങി. ജീവൻ അറ്റുപോയെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്ന കാലുകൾക്ക് ജീവൻ വെക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഒരു ഓപ്പറേഷനും കൂടാതെ ആ കാല് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ കാല് വെച്ചോണ്ട് തന്നെ ഇദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ ഡാൻസ് കളിക്കുക. ഇത് കണ്ടിട്ട് പിശാചിന്റെ ആത്മാവുള്ള വിശ്വാസി എന്ന് പേര് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുക, അവനെ കളിയാക്കുക. നമുക്ക് കണ്ടാൽ ചിലപ്പോൾ ഇയാൾ എന്തോ കാണിക്കുന്നത്, ഭയങ്കര തുള്ളിച്ചാട്ട്. എന്നാലും നോക്കി, അവനിപ്പോൾ കാലില്ലാതെ വന്നിട്ട് യേശുവിനെ അറിഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഞാൻ കർത്താവിനെ അറിഞ്ഞു, എൻ്റെ കാല് നഷ്ടപ്പെട്ടാൽ എന്നാ, യേശുവിനെ അറിയാൻ പറ്റില്ല. അത് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷം. പിശാച് പറഞ്ഞു, നിനക്ക് അത് തന്നെ വരണം, ഇനി നിനക്ക് കാലല്ല കയ്യും പോകണം, എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് സന്തോഷിക്കണം. പ്രിയരെ, കർത്താവ് സന്തോഷിക്കുന്നത് മുടന്തൻ, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പോയി യോഹന്നാനോട് പറയണം, മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്നു, ഊമൻ സംസാരിക്കും. ഇത് പോയി യോഹന്നാനോട് നീ പറയണം. കണ്ടോ, ഇത് പോയി നീ യോഹന്നാനോട് പറയണം. അതായത് മുടന്തൻ അവിടെ ഇരുന്നുകൊണ്ട് യേശു നല്ലവണ്ണം പറയുമല്ല, ചെകിടൻ അവിടെ ഇരുന്നുകൊണ്ട് യേശു നല്ലവണ്ണെന്ന് പറയുമല്ല, കാഴ്ചയില്ലാത്തവൻ യേശു നല്ലവണ്ണം പറയുമല്ല, അവിടെ ഇരുന്നുകൊണ്ട് പറയും, അവൻ കാഴ്ച പ്രാപിച്ചിട്ട് പറയും യേശു നല്ലവനെന്ന്. ആമേൻ. ഇതാണ് ഡിവൈൻ നേച്ചറിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. അതിനാണ് നമ്മൾ വായിച്ചതുപോലെ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. ഇവിടെ നിങ്ങൾ പത്രോസിലെ ലേഖനത്തിൽ കണ്ടോ, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകി. ഇതാണ് രക്ഷിക്കപ്പെട്ട് യേശുവിലേക്ക് വന്ന വ്യക്തിക്ക് നൽകിയിട്ടുള്ള ഏക ആത്മീയ ആഹാരം. പക്ഷെ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ലോകത്തുള്ള സകല ബ്രദർമാരുടെയും പുറകെ നടക്കുക. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നാളെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബൈബിൾ വായിച്ചാൽ മതി. ആമേൻ. അപ്പോൾ സകല വാഗ്ദത്തം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് വിടുതലുള്ളവരാക്കി ദൈവാത്മാവ് നിങ്ങളെ മാറ്റും. ഞാൻ പറഞ്ഞില്ല, ഈ കൂട്ടായ്മ ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും യേശുവിനെ അറിഞ്ഞിട്ട് വചനം കേട്ടിട്ട് ഉറപ്പിച്ച് നിങ്ങൾ അനേകരെ രോഗികളെ സൗഖ്യമാക്കിയിരിക്കും, അനേക ചെവിടന്മാരെ നിങ്ങൾക്ക് ചെവി കേൾവി കൊടുക്കും, നിങ്ങൾ സംസാരിക്കാത്തവൻ്റെ വാ തുറക്കുന്നവരായിത്തീരും, പരിശുദ്ധാത്മാവ് പ്രേരിതമായി നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാകും, നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം പറഞ്ഞിരിക്കും, നിങ്ങൾ അനേകരോട് പ്രവചിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യത്തിലുള്ളവന്റെ മൈൻഡ് സെറ്റപ്പ് സ്പിരിച്വൽ നേച്ചറാണ്, ഡിവൈൻ നേച്ചറാണ്. പക്ഷെ നമ്മൾ ഇതിനെ വിശുദ്ധ ജീവിതമെന്നും അങ്ങനെയുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒതുക്കിക്കളഞ്ഞു. വിശുദ്ധ ജീവിതമൊക്കെ വേണം, പക്ഷെ നമ്മൾ ജീവിക്കുന്നതല്ല, ദൈവാത്മാവ് നടത്തുന്നതാണ് വിശുദ്ധ ജീവിതം. ചിലർ പറയത്തില്ല, ബ്രദറെ നല്ല വിശുദ്ധിയിൽ ജീവിക്കണം. എങ്ങനെ ഒന്ന് കാണിച്ചത്, എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കും? എൻ്റെ പ്രിയരെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ പാപികളായിരുന്നു. 1 കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ ബലമുള്ളതിന് ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത യൂസ്ലെസ്സുകളായ നമ്മൾ, എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകത്തുക. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും? അങ്ങനെ നടക്കത്തില്ല. നിങ്ങളെ അങ്ങനെ നടത്തുവാൻ കഴിയുന്ന ഒരു ആത്മാവിൽ ആശ്രയിക്കണം. ആ ബലമൊക്കെ ഒന്ന് വിട്ടിട്ട് പറ, കർത്താവ് എന്നെ നടത്തുമെന്ന് പറയണം. ഈ ദിവസങ്ങളിൽ ആരൊക്കെയോ പാപ സ്വഭാവം ഭരിക്കുന്നവരുണ്ട്.
എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കഴിയാതെ പാപ സ്വഭാവത്തിലിരിക്കുന്ന ആരൊക്കെയോ കർത്താവിനോട് ഇങ്ങനെ പറയുക, നിങ്ങളോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പരിശുദ്ധാത്മാവ്, ഇന്ന് മിറക്കിൾ മണി വിശ്വസിക്കണം. നിങ്ങളുടെ ഇത് അക്കൗണ്ടുകളിലേക്ക് മിറക്കിൾ മണി വരും. ഓ ബ്രദറെ, ഇതൊക്കെ ചുമ്മാ ദുരുപദേശമല്ലേ? അങ്ങനെയാണെങ്കിൽ പത്രോസ്ലിഹായ്ക്ക് കിട്ടിയ ദുരുപദേശമാണ്. മീനിൻ്റെ അകത്ത് എങ്ങനെയാ ചതുദ്രമ പണം വരുന്നത്? മീൻ മോട്ടിച്ചുകൊണ്ട് വന്നതല്ലേ? മീൻ ഇവിടുന്ന് മീൻ എങ്ങനെ ഇത്രയും കാശ് കിട്ടുന്നത്? നമുക്ക് അന്വേഷിച്ച് എങ്ങോട്ട് പോകാൻ പറ്റും? കടലിൽ ചെല്ലാൻ പറ്റും. കടലിൽ എവിടം വരെ ചെല്ലും നിങ്ങൾ? ആഴത്തിലേക്കൊന്ന് ഇറങ്ങി ചെന്നാൽ നിങ്ങൾ മുങ്ങിച്ചാകുന്നതല്ലാതെ ഇതിൻ്റെ സത്യം അറിയണമെങ്കിൽ ബൈബിളിലോട്ട് വാ. അവൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈൻ നേച്ചറിലേക്ക് വരണം. കടഭാരത്താൽ ഭാരപ്പെടുന്നതോട് ഞാൻ പറയുകയാണ്, ആ വഴിയും ഈ വഴിയും ഈ നിങ്ങളുടെ മുമ്പിലുള്ള ആ ഒരു ആശ്രയത്തിൻ്റെ കെട്ട് പൊട്ടട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന അവിടുന്ന് ഇവിടുന്നും എല്ലാം മേടിച്ച് സ്വർണ്ണവാ. ആ സ്വർണം മൊത്തം മോശ പറഞ്ഞു ഇങ്ങോട്ട് ഇതാ. എന്തിനു വേണ്ടിയാ? യെരുശലേമിൽ നമുക്ക് ഇത് പറയണം, കൃപാസനം പണിയണം, പെട്ടകം പണിയണം. ഉള്ള സ്വർണ്ണമെല്ലാം മോശ മേടിച്ചെടുത്തു. ഇനി അവർക്കൊന്നുമില്ല, ഇനി അവർക്ക് ജീവിക്കാൻ അവർക്ക് വകയില്ല. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും നിനക്ക് വേണ്ടി, നീ വായ്പ മേടിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അടിമകളായി റിലീസ് ചെയ്ത് വന്നവരാ, മുമ്പിൽ ഒരു വഴിയുമില്ല. പക്ഷേ നീ തൊട്ട നിലത്തെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? നന്മ പൊഴിക്കും. നിന്റെ ജീവിതത്തിൽ അമർത്തി കുലുക്കുന്ന ഒരളവ് ഞാൻ നിന്റെ മടിയിൽ തരും. ആമേൻ. അപ്പം ഇത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് വിശ്വാസി. ഇതൊരു ഉദാഹരണം പറഞ്ഞത് ഡിവൈൻ നേച്ചറിലേക്ക്. അല്ലാതെ ഞാൻ ഇന്ന് വിശ്വാസി, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, അവിടെ ബൈബിൾ കേൾക്കുന്നു, ഇരുന്ന് ഉറങ്ങുന്നു, തിരിച്ചു വരുന്നു, ഒരു പ്രശ്നം വരുമ്പോൾ കരയുന്നു, അപ്പുറത്തെ വീട്ടുകാരൻ ഇതിനേക്കാൾ നന്നായിട്ട് ജീവിക്കുന്നു. എന്നെ വിശ്വാസം ഉടനെ പറയും, നമുക്ക് വലിയൊരു നിത്യതയുണ്ട് കേട്ടോ. നിത്യത ഞാൻ കുറച്ചാക്കി കാണുമല്ല, നിത്യത നമുക്ക് പോകണം. പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റത്തുള്ളൂ 100 വയസ്സ് വരെ. 100 വയസ്സ് വരെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടല്ല, 100 വയസ്സും പറയണം മരിക്കുന്നോടം വരെ, 100 വയസ്സും 100-ാം വയസ്സ് എത്തുന്നത് വരെ, ആ രാവിലെ വരെ ഉച്ച വരെ ഞാൻ സുവിശേഷം പറഞ്ഞു വൈകുന്നേരം വന്ന് സുഖമായിട്ട് കടന്നുറങ്ങിയിട്ട് ഞാൻ മരിക്കത്തുള്ളൂ. അല്ലാതെ കറങ്ങി നടക്കുമല്ല. നിത്യതയെ പോകാൻ വേണ്ടി നിൽക്കുന്നവരാ നിങ്ങളെങ്കിൽ ഈ ഭൂമിയിൽ ജീവനിൽ വാഴുന്നവരാ നിങ്ങൾ. ഡിവൈൻ നേച്ചറിൽ ചിന്തിക്കണം. കർത്താവ് ഒരുക്കുവെന്ന്, ദൈവം വഴി തുറക്കുവെന്നേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പ. അങ്ങയുടെ കൃപയുടെ വല്ലഭത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ അപ്പ. കൃപയുടെ വല്ലഭത്വം ഇന്ന് വെളിപ്പെടട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്, ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ മഹത്വം. ഈ നിമിഷം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. കർത്താവിൻ്റെ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന നന്മകൾ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ, എനിക്കറിയാം കടക്കാരന് ചിലപ്പോൾ കടം മേടിക്കാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പാടി, കർത്താവ് ഒരു വഴിയല്ല തുറക്കാൻ പോകുന്നത്, എനിക്ക് വേണ്ടി പല വഴി തുറക്കും. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് പറയാം. ഞാൻ എൻ്റെ പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ആര് കൊണ്ടുവച്ച എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ പേഴ്സ് എടുത്തിട്ട് ആർക്കും പൈസ വെക്കാൻ പറ്റത്തുമില്ല. ഞാൻ എൻ്റെ ATM കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇഷ്ടമില്ലാത്തവർ വിശ്വസിക്കേണ്ടെന്നേ, വിശ്വസിച്ച് പറയണം മിറക്കിൾ മണി. ഞാൻ നാളെ നമ്മൾ ഈ ഡിവൈൻ നേച്ചറിലേക്കുള്ള നമുക്ക് മുമ്പിലുള്ള സ്പിരിച്വൽ സെൻസേഷനെ പറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ബൈബിളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോകണം. എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നാളത്തെ വിഷയം. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, ബ്രദർ ഇത് എന്തൊക്കെയാണ് പറഞ്ഞുള്ളത്. നാളെ നമുക്ക് എങ്ങനെയാണ് സ്പിരിച്വൽ നേച്ചറിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളത് വചനപ്രകാരം തന്നെ കേൾക്കാൻ വേണ്ടി പോകണം. നിങ്ങൾ ഒത്തിരി നമുക്കറിയാം, ബൈബിളിൽ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ആകുന്നത്. ദൈവാത്മാവിനോട് സംസാരിച്ച കാര്യങ്ങൾ നാളെ നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുമല്ല, നമ്മൾ ഈ കേട്ട വചനത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരോട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറയാൻ വിട്ടുപോയി. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങളുടെ വിധ കർത്താവിന്, നിങ്ങൾ ആരും ഇതിൻ്റെ അകത്തോട്ട് ഇത് ചെയ്യരുത്. ഫോൺ പേ ആയിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ ഇത് വർക്ക് ചെയ്യത്തില്ല. അല്ലാതെ തന്നെ ചെയ്യണം. പുതുതായിട്ട് വിതയ്ക്കുവാൻ താല്പര്യമുള്ള വിതയ്ക്കണം, കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. ചിലർ പറഞ്ഞു, ബ്രദർ ഞാൻ എല്ലാ മാസവും കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് പിരിവല്ല കേട്ടോ.
വരാൻ പോകുന്ന നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനമുണ്ട്, ലോകത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ എൻ്റെ മേൽ ദൈവം കണ്ടതാന്ന് പറ. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി അവൻ അവിടെ പോയി സുവിശേഷം പറഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയല്ല. യേശു പറഞ്ഞതുപോലെ നിങ്ങൾ പോയി ദൈവരാജ്യം അറിയിക്കണം. എന്നിട്ട് പറയുകയാണ്, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഒന്ന് ഉയർപ്പിക്കുവിൻ. അടുത്ത വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ആ കൃപാവരങ്ങൾ ഉപയോഗിപ്പിൻ, പ്രവചനവരത്തിന് വേണ്ടി വാഞ്ചിപ്പിൻ. പറയണം, ഞാൻ പ്രവചിക്കും. രാജ്യങ്ങളിൽ പോയി പല ഭാഷക്കാട് പോയി ഞാൻ പ്രവചിക്കാൻ വേണ്ടി പോവുക. അവിടെയുള്ള രോഗികൾ നിങ്ങൾ വിശ്വാസ കണ്ണുകൊണ്ട് കാണണം. വീൽ ചെയറിലിരിക്കുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് വരാൻ വേണ്ടി പോവുക. തളർവാദ രോഗികൾ, എന്നെ കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ അടുത്ത് തളർവാദ രോഗി ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, അവരെ പോയി ഒന്ന് കാണ്. ചേടത്തി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, അച്ചായ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ ഒന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നേ. ഈ അവിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല ഗുണമുണ്ടോ? പറ, ഒന്ന് പ്രാർത്ഥിക്കുപോയി. ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ കരത്തിലൂടെ ശക്തി വ്യാപരിച്ച് അവൻ അസൗഖ്യമാകുക തന്നെ ചെയ്യും. ആമേ. ഞാൻ ഇന്ന് വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്നതാണെന്ന് പറയുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ കർത്താവെ വിതച്ചത്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, ബ്രദറെ വലിയ തുകയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത്, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കുക. എന്നിട്ട് വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ ഒറ്റ മനസ്സ്, കർത്താവ് ഞാൻ എൻ്റെ വിത അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണ്. കർത്താവിനെ കാശ് കിട്ടിയതുകൊണ്ട് ഒരു ഗുണവുമില്ല, കർത്താവിനെ കാശ് കൊടുക്കാൻ വേണ്ടിയല്ല, എനിക്ക് കർത്താവ് അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ അനുഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് വിതയ്ക്കുന്നതായത്. ഈ വിത ദൈവരാജ്യത്തിന് അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. കർത്താവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തുതി. ഈ രോഗികളായി ഭാരപ്പെടുന്നെന്ന് കൈവച്ച് എന്നിട്ട് പറയണം, ലോകത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്നു ഇത് വലിയ മാരക രോഗമാണ്, പക്ഷെ ദൈവത്തിലുള്ളവൻ ചിന്തിക്കുന്നു ഏത് മാരക രോഗവും യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. പറയണം, ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ആർക്കും ഭാരമായിട്ടിരിക്കത്തില്ല, ഞാൻ എല്ലാവർക്കും അനുഗ്രഹമായിട്ടിരിക്കും. ഡിവൈൻ ഹെൽത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഡിവൈൻ പ്രോസ്പെരിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഡിവൈൻ ആയിട്ടുള്ള എല്ലാ കർത്താവെ ഗിഫ്റ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഡിവൈൻ ഗിഫ്റ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണികൾ പ്രാർത്ഥിച്ച് മിറക്കിൾ മണികൾ അക്കൗണ്ടിലേക്ക് മിറക്കിൾ മണി വരും. ഇന്ന് ആ മീൻ്റെ വായ്ക്കകത്ത് പത്രോസ്ലീഹായ്ക്കും യേശുവിനും വേണ്ട ചതുർദ്രഹ്മ പണം വന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ വായ്പ വാങ്ങാതെ മറ്റുള്ളവർ മുമ്പിൽ പോയി തല കുനിച്ച് നിൽക്കാതെ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന വാക്തത്വങ്ങളുടെ സമ്പത്തുകൾ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടത്തിലെ ഗുപ്തനിധികൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരുമെന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് ലഭിച്ച മുഴുവൻ പ്രോമിസുകളും എൻ്റെ മേലേക്ക് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തകർച്ചകൾ മാറുകയാണ്. എൻ്റെ കർത്താവ് പറയുന്നത് പോളച്ചിറക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവിൻ്റെ പറയാം. പോളച്ചിറക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരിൽ കർത്താവ് എന്നെ കാണിക്കും. അവിടെ ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. പോളച്ചിറക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു ദൈവപ്രവൃത്തി ആ വീട്ടിൻ്റെ മേൽ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടെ ഇങ്ങനെ ഞാൻ കണ്ട ഒരു അപ്പച്ചനെ ഞാൻ കാണുകയാണ്. ആ പിതാവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി നാശങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ കുടുംബങ്ങളിൽ ഒത്തിരി തലമുറകളുടെ മേലേക്ക് അതുണ്ടായി. അത് സംഭവിച്ച നിമിത്തം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒന്നിനും സ്വസ്ഥത ലഭിക്കുന്നില്ല, അതിന് ഉണ്ടായ തലമുറകൾക്കൊരു സ്വസ്ഥത ലഭിക്കുന്നില്ല. ആ കുടുംബത്തിൽ എപ്പോഴും ഭിന്നതകളും കലഹങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ് ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ ആരാണോ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തേ, ഇന്ന് ആരാണോ കുടുംബത്തിൽ ഉള്ളത്, യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്നൊരു സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിച്ച് ആ നാശം വിട്ടൊഴിഞ്ഞ് കർത്താവിലുള്ള നന്മ നമ്മുടെ കുടുംബത്തിലേക്ക് കയറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഞാൻ ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്ന കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വാക്കിങ്ങനെ പറയാം, ഒരു വ്യക്തിയെ പറ്റി ജേക്കബ് പൊന്നൂസ് എന്ന് പറയുന്ന വിളിപ്പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുകയാണ്. ജേക്കബ് പൊന്നൂസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ കർത്താവ്, ആ കുടുംബത്തെയും എന്നെ കർത്താവ് സ്പെസിഫിക് ആയിട്ട് കാണിക്കുകയാണ്. ആ കുടുംബത്തിൽ നിന്നും അനർത്ഥം വിട്ടൊഴിയുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ഒരു വലിയൊരു വെളിച്ചം പോലെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഉളവാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം.
പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവേ, അങ്ങയുടെ അത്ഭുതം പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, അങ്ങയുടെ അത്ഭുതം ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. നന്മ നിറയുന്നല്ലോ, നന്മ നിറയുന്നല്ലോ. ഞാനൊരു വ്യക്തിയെ കർത്താവിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ആ വ്യക്തി ആ വണ്ടിയുടെ ബാക്ക് സീറ്റിലിരുന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട്, വൈറ്റ് കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ ഈ പാക്കറ്റ് പോലത്തെ ഇതായത് കാർഡ്ബോർഡ്, നമ്മുടെ പ്ലാസ്റ്റിക് കൂടുകളല്ല, അല്ലാത്തുള്ള ചതുരത്തിലിരിക്കുന്ന എന്തൊക്കെയോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ വസ്തുക്കൾ മേടിച്ചിട്ട് ആ ഓട്ടോറിക്ഷയിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ വണ്ടിക്കകത്തിരിക്കുമ്പോൾ വലിയ ആകുലപ്പെട്ടാണ് കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് വെച്ചാൽ, കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഓർത്ത് ആകുലപ്പെട്ട് ഈ സഹോദരി യാത്ര ചെയ്യുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ സഹോദരി യാത്ര ചെയ്ത് വണ്ടി നിർത്തി, ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം, വണ്ടി നിർത്തിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ വഴിയോട് ചേർന്ന് തന്നെ ഗേറ്റ് ഉള്ളൊരു വീടാണ് ഞാൻ കാണുന്നത്. ആ വീടിൻ്റെ അകത്തോട്ട് കയറി ചെന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇതെല്ലാം ഇറക്കി വെച്ച് കണ്ണാടിയെല്ലാം ഇറക്കി വെച്ചിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, പിന്നെയും ആ കട്ടിലിരുന്നു ആകുലപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ഇനി മുതൽ ആകുലപ്പെട്ട്, കർത്താവ് ഒരു അടയാളത്തോട് കാണിക്കണം, ഇനി മുതൽ ആകുലപ്പെടണ്ട. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്ത് നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ഇന്നു മുതൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ് നടക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി തീർക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ദൈവാത്മാവെ അങ്ങ് ഇടപെടുന്നല്ലോ, ദൈവാത്മാവെ അങ്ങ് ഇടപെടുന്നല്ലോ. യേശുവിൻ ഓട്ടോയിൽ യാത്രയായിരുന്നു. സിസ്റ്ററിനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ആകുലപ്പെട്ട ആ വീട്ടിൽ വന്നത്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്നോട് ഒത്തിരി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ അടയാളം പോലെ തന്നെയാണോ സിസ്റ്ററെ? ആന്ന് ബ്രദറെ, ഓ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവേ, അപ്പോൾ ഇത്രത്തോളം കർത്താവ്, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ആ ഓട്ടോയ്ക്കകത്തില്ല, ഓട്ടോയുടെ കൂടെ വന്നിട്ടില്ല, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് നമുക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ആശ എന്ന് പറയുന്നൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. ഞാൻ കാണുന്നത് ഒത്തിരി സ്വർണങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ടായിട്ട് പിന്നെയും അതിൻ്റെ ചില പഴികൾ കേട്ട ഒരു വ്യക്തിയാണ് ആശ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഒത്തിരി ആകുലപ്പെടുകയാണ്. ആ നഷ്ടങ്ങൾ നികത്താൻ കഴിയാതെ വല്ലാത്തൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി എന്ന കുടുംബത്തിൽ വെളിപ്പെടുന്നതിൻ്റെ വാക്ക്. അത് മാത്രമല്ല, ഈ സ്വർണ്ണം ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഒത്തിരി നഷ്ടങ്ങളുണ്ടായിട്ട്, പരാജയങ്ങൾ ഒത്തിരി ജീവിതത്തിലുണ്ടായിട്ട് ഞാനൊരു വാക്കിങ്ങനെ കേൾക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും സ്വന്തമായിട്ട് പറഞ്ഞ് ആകുലപ്പെടുന്ന ഈ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. എന്നാൽ കുടുംബത്തോട് കർത്താവ് പറഞ്ഞു, എന്നെ കേൾക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ യേശുവിൻ്റെ നാമത്തിൽ പറയണം, മകളെ നീ ഭാരപ്പെടണ്ട, കർത്താവിലാ. എന്റെ സഹോദരിയാണ് ആശ. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഉണ്ടോ അമ്മക്ക്? ഒരുപാട്. ഓ, എന്നാൽ മകളോട് പറയണം കേട്ടോ, മരിച്ചാൽ മതിയെന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. പക്ഷെ ബലപ്പെടുത്തണം കേട്ടോ, ആത്മാവ് നഷ്ടപ്പെടാതെ, ജീവിതം നഷ്ടപ്പെടാതെ അതിനെ ചേർത്ത് പിടിച്ചോണം. കർത്താവിനോട് പറയുകയാണ്, ഇല്ല, അവളുടെ ജീവിതത്തെ ബുദ്ധിമുട്ട് അയച്ചു കൊടുക്കണം. ഇതല്ല, കർത്താവ് ഈ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റും, അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും എന്ന് കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കൂടെ എല്ലാവരും പിന്നെയും പ്രാർത്ഥിച്ച്, യേശുവേ ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. എല്ലാ രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഡിവൈൻ നേച്ചർ എന്നുള്ളത് വിശുദ്ധ ജീവിതം നയിക്കുന്നത് മാത്രമല്ല, വിശുദ്ധ ജീവിതം നയിക്കരുത് ആരും. വിശുദ്ധ ജീവിതത്തിലേക്ക് എന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവിൽ ജീവിക്കണം. അത് വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇരിക്കുന്നത് മൊത്തം ഞാൻ പറഞ്ഞു 2 ക്ലാസ് നമ്മൾ വിശുദ്ധ സ്നാനത്തെ പറ്റി തുറന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്നാനങ്ങളാണ്. അതിൽ നാളെ നമ്മൾ ബാക്കി കേൾക്കാൻ പോകുന്നത്. ഇന്നലെ വരെ ഞങ്ങൾ ജലസ്നാനം കേട്ടു. ഇന്ന് വരെ ഇനി നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ തലങ്ങളെ പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് സ്പിരിച്വൽ. നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒത്തിരി ആൾക്കാർ പറഞ്ഞു, ഒത്തിരി ആൾക്കാർക്ക് പ്രവചനവരം തുറന്നു കിട്ടി. എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ.
നിങ്ങളെല്ലാവരും അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരണം. നിങ്ങളിലൂടെ കർത്താവിനോട് പറഞ്ഞ കഴിഞ്ഞ ദിവസം ബ്രദർ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് കാണിക്കുന്ന ആളുകളുടെ ഇതേപോലെ തന്നെ ദൈവാത്മ പലതും വെളിപ്പെടുത്തുന്നു, അവർ യാത്രകൾ വെളിപ്പെടുത്തുന്നു, അവർ കാണുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി എൻകൗണ്ടറുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാരെ നിങ്ങൾ കാണാൻ വേണ്ടി പോവാം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, കാണാൻ വേണ്ടി പോവാം. ഒരു വ്യക്തിയുടെ സ്വപ്നം എന്നെ കർത്താവ് കാണിക്കുക നിമിഷം. ഞാൻ ആ സ്വപ്നം ഇങ്ങനെ കാണുന്ന സമയത്ത് ആ വ്യക്തി കാണുന്ന ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു പരിസരം പലപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുന്ന സമയത്ത് ഭയപ്പെടുത്തുന്ന ഒരു രൂപം ആ വീടിൻ്റെ ഒരു പിൻഭാഗം പോലെയാണ് പലപ്പോഴും സ്വപ്നത്തിൽ കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ അകത്ത് ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ രൂപം, അത് സ്ത്രീയോ പുരുഷനും സമമായിട്ടിരിക്കുന്ന രൂപം കാണുന്നത്. പക്ഷെ ആ സ്വപ്നം കാണുന്ന സമയത്ത് ഭയങ്കരമായൊരു ഭീതി ഉണ്ടായിട്ട് പലപ്പോഴും ആ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ ഇങ്ങനെ നിൽക്കും. പലപ്പോഴും ആ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ നിന്നിട്ട് വല്ലാത്ത ഭയത്തിലാണ്, ഉറങ്ങാൻ പോലും ചില സമയത്ത് പേടിയാണ്, കണ്ണടയ്ക്കാൻ പോലും പേടിയാണ്. ഈ ഒരു കാഴ്ച പലപ്പോഴും കാണും. ഒരു വീടിൻ്റെ പിൻഭാഗം, പഴയ ഒരു വീടിൻ്റെ പിൻഭാഗവും അതേപോലെ തന്നെ ഈ ഒരു രൂപവും കണ്ട് പലപ്പോഴും ഭയപ്പെടുകയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭയത്തിൻ്റെ പിശാചേ, ഇന്ന് ആ മകളെ മാനസിക നില പോലും തെറ്റിക്കുവാൻ നോക്കുന്ന പിശാചേ, നിന്റെ ഒരു പരിപാടി നടക്കത്തില്ല. എന്നെ കേൾക്കുന്ന വ്യക്തിയെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ പറയുന്ന ഒരു ആൺ കുഞ്ഞിനെ ഞാൻ കാണുന്നുണ്ട്. ആൺ പൈതലുള്ളൊരു സഹോദരിയ ഈ ഭയത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലാട്ടോ എന്നെ കേൾക്കുമ്പോൾ ഇന്ന് മുതൽ കിടക്കുന്നതിന് മുമ്പ് പറയണം, പാമ്പുകളെയും തേളുകളെയും പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ കിടന്നുറങ്ങുമ്പോൾ എന്നെ ഉറപ്പിച്ച് പറയുന്നു, ആ പിശാചിന് നിങ്ങളുടെ സ്വപ്നത്തിൽ ഇനി കയറാൻ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണെന്ന് വെച്ചോ അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. കർത്താവ് എന്നൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് എന്നെ ഒരു ആധാരമല്ല, ഒരു എഗ്രിമെൻ്റാണ് ഞാൻ കാണുന്നത്. ആധാരത്തിന് സമമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഞാൻ കാണുന്നത്. ആ ഒരു എഗ്രിമെൻറ്റിൽ ശ്രീലക്ഷ്മി എന്നൊരു പേര് ഞാൻ ആ എഗ്രിമെൻ്റ് കാണുകയാണ്. ശ്രീലക്ഷ്മി എന്നുള്ളൊരു എഗ്രിമെൻറ്റ്, ഞാൻ ആ എഗ്രിമെൻ്റാണ് ആധാരം പോലെ എനിക്ക് ആധാരത്തോടെ ഞാൻ കാണുന്നത്. എങ്കിലും അതിലൊരു ശ്രീലക്ഷ്മി എന്നുള്ള ഒരു ഉടമ്പടി പോലെ ഞാൻ ആ ആധാരം കാണുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് ഒരു കൈവശമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്ന ഒരു വാക്ക് എൻ്റെ കർത്താവ് പറയുകയാണ്. ഞാനത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ് 2019 ആ ഒരു സ്ഥലവുമായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നമുണ്ടായി. മനസ്സമാധാനം പോലും പോകുന്ന രീതിയിൽ ചില പ്രശ്നമുണ്ടായി എന്നെ കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ പേപ്പർ കയ്യിലെടുത്ത് വെച്ചിട്ട് പറയണം, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വിഷയത്തിൽ സമാധാനം അനുഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലേക്ക് ഇന്ന് കയറുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ലോക്കറ്റ് കർത്താവ് എന്നെ എടുത്ത് കാണിക്കണം. ആ ലോക്കറ്റിൻ്റെ ഈ മാലയിൽ തന്നെയുള്ളൊരു ലോക്കറ്റാണ് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ലോക്കറ്റിൽ ഞാൻ ഈ ഒരു പ്രത്യേക ഒരു രൂപം അതിലിങ്ങനെ അതായത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അതായത് ആ ഒരു ലോക്കറ്റിൽ ഒരു രൂപം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു രൂപം ഇങ്ങനെ, അതായത് നമ്മൾ കാണുമ്പോൾ സാധാരണ പിക്ചർ ഒരു സ്റ്റീലിൽ ഒരു പിക്ചർ വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലോക്കറ്റാണ് ഞാൻ കാണുന്നത്. എൻ്റെ കർത്താവ് ആ ലോക്കറ്റിൽ ഒരു കാണുന്ന വ്യക്തിയെ പറ്റി ഒരു വാക്ക് പറയുന്നത് സീമയുമായിട്ട് ബന്ധപ്പെട്ട, സീമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ ലോക്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ കാണുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേലെ കർത്താവ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ കേട്ടോണം, കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നത്. കർത്താവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഇനി ഓടണ്ട. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി ഓടി തളർന്നൊരു വ്യക്തിയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി പലതും ചെയ്ത വ്യക്തിയാണ്. പ്രാർത്ഥിച്ച് മടുത്ത വ്യക്തിയാണ്.
നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വാക്കിങ്ങനെ കേൾക്കുകയാണ്. എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എത്ര കാലമാണ് നടക്കുന്നതെന്ന് പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലേക്ക് കയറി വരാം. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾക്ക് നന്ദി പറയുന്നപ്പ. ദൈവാത്മാവ് സകലതും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഞാൻ അതിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഉറപ്പിക്കുന്നപ്പ, അത്ഭുതമാകട്ടെ, അത്ഭുതമായി തീരട്ടെ. കർത്താവ് ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ ഇത് ഒരുമിച്ച് ഞങ്ങൾ കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെ മേലേക്ക് അത് റിലീസ് ചെയ്യുന്നപ്പ. ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള ആത്മീയ സ്വഭാവം, ഡിവൈൻ നേച്ചർ സംസാരിക്കാനും പ്രവർത്തിക്കുവാനും ഒരു കൃപ തമ്പുരാൻ നൽകുന്നല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിലുള്ള സാക്ഷ്യങ്ങളെയും ദൈവത്തിൻ്റെ ആലോചന, നിങ്ങളുമായിട്ട് ഇടപെട്ട ഏതെങ്കിലും ആലോചനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റു പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഈ ദൈവിക ആലോചന സൂമിൽ മാത്രമല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവ് കാണുന്നുണ്ട്. ഇന്നും ഞാൻ കുറേ മെസ്സേജ് കൊണ്ട്, ബ്രദറെ എൻ്റെ വിഷയമാണ്, എൻ്റെ കാര്യമാണ്, നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാതെ സൂമിൽ വന്ന് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെ പറയുക. എനിക്കറിയാം നിങ്ങൾ തിരക്കുള്ളവരാണ്, ചിലപ്പോൾ നിങ്ങൾ ജോലി തിരക്കിൽ നിൽക്കുന്നവരാണ്, ആത്മീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രാർത്ഥന സ്വാതന്ത്ര്യം ലഭിക്കാത്തവരായിരിക്കാം. പക്ഷേ എങ്കിലും മാസത്തിൽ 1 ആണെങ്കിൽ പോലും സമയമെടുത്താലും കുഴപ്പമില്ല, ഒരു ദിവസം അതിന് വേണ്ടി മാറ്റിവെക്കണം. പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്ത് എനിക്ക് സാക്ഷ്യം അയക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നും രാവിലെ ഒരു സൗകര്യം കണ്ടു, ടൈപ്പ് ചെയ്ത സാക്ഷ്യം ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. സൗകര്യം ഇന്ന് സാക്ഷ്യം പറയാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്ത് സാക്ഷ്യം അയക്കരുത്. നിങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കുമ്പോൾ ടെസ്റ്റ് മണിയെന്നോ എനിക്കൊരു സാക്ഷ്യമെന്നോ കൂടെ അത് എന്ത് ചെയ്യണം. ഓക്കെ ഞാൻ കേട്ടോളാം. സിസ്റ്റർ ലിജി സിസ്റ്റർ അയച്ചിട്ടുണ്ട് സാക്ഷ്യം കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ നിങ്ങളുടെ സാക്ഷ്യമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ നിങ്ങളൊന്ന് എനിക്ക് ഫോർവേഡ് ചെയ്യണം. ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എന്തെങ്കിലും ഒന്ന് ആ സാക്ഷ്യം കേട്ടിട്ടില്ല എങ്കിൽ ഒന്നുകൂടി എനിക്ക് നിങ്ങൾ ഇത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് അയച്ചാൽ മതി. കർത്താവ് അനുഗ്രഹിക്കേണ്ടേ. ദൈവമാലോചനയിൽ വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. നാളെ മുതൽ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ബാപ്റ്റിസം, ആത്മീയമായിട്ട് നമുക്ക് ആ ഒരു ആത്മാവിൻ്റെ സ്നാനം ലഭിച്ച വ്യക്തികളുടെ ലൈഫ് അടുത്തൊരു തലത്തിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു അതിമഹത്തായ വാക്തത്വങ്ങൾ ഉപയോഗിച്ച് ഡിവൈൻ നേച്ചറിൽ എങ്ങനെയാണ് ചലിക്കുന്നതെന്നുള്ളത് നാളെ മുതൽ നമുക്ക് കേൾക്കാം. നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ ഇടിച്ചു കളയണം. നമുക്ക് പലപ്പോഴും നമ്മളറിയാത്തൊരു കംഫർട്ട് സോണുകളുണ്ട്. ഇത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നല്ല സുഖമാണ്, പക്ഷെ ഇതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് നമുക്ക് നാളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പൊളിക്കണം. അത് പൊളിയുമ്പോഴാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു കൂടെ നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു കുറവുമില്ല. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം അവരെന്ത് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, അവരുടെ പല കംഫർട്ട് സോണുകളും മാറിയതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിൽ എനിക്കൊരു ജയാളിയാകണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് വേഗത്തിൽ, എനിക്ക് ഇന്നും സമയം ഒത്തിരി നീണ്ടുപോയി, നാളെ മുതൽ നമുക്ക് സമയത്തെ പിടിച്ചു നിർത്തി പോകാൻ പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്കം വകളിൽ പ്രയർ റിക്വസ്റ്റ് പറയരുത്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അവരെല്ലാം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് അത്ഭുതമാക്കി ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പറഞ്ഞു. കഴിഞ്ഞ സാറ്റർഡേയില് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടത്ത് കാലിന്, ലോവർ ലെഗിന് പെട്ടെന്ന് ഒരു വീക്ക്നെസ് പോലെ ഉണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് വീഴാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എമർജൻസി റൂമിന്റെ അകത്തോട്ട് പോകണമെന്നാണ്. പക്ഷെ ഞാൻ ജോലിയിൽ വെച്ച് പറഞ്ഞു, ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോകേണ്ടതായിട്ട് വരും, എനിക്ക് കാലിന് എന്തു പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല, എനിക്ക് നല്ലവണ്ണം നടക്കുവാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുന്ന ആ ഭാഗം എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ പറഞ്ഞു, എന്നെ വീക്ക്നെസ് ആക്കി, എന്നെ വീഴിക്കുവാനായിട്ട് വന്ന പ്രശ്നമേ എന്നെ വിട്ടുപോവുക, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ 10 മിനിറ്റിനുള്ളിൽ എന്നെ ആ പ്രയാസം എന്നെ വിട്ടു മാറുകയും എൻ്റെ കാല് നോർമലായിട്ട് ആവുകയും ചെയ്തു. ഇന്ന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതാണ്. പിറ്റേ ദിവസം തന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ലാതാണ് ജോലിക്ക് പോയി. ഇന്നതേ വരെ ആ പ്രയാസം എന്നെ ഭാരപ്പെടുത്തിയില്ല. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടും. ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ രോഗിയായിട്ട് നമുക്ക് കിടക്കാം, അല്ലെങ്കിൽ ഡിവൈൻ സ്വഭാവമുള്ളവരായിട്ട് വചനം, ആ അതിമഹത്തായ വാക്തത്വങ്ങൾ ഉപയോഗിച്ച്
കണ്ട സിസ്റ്റർ പറഞ്ഞിട്ടില്ലേ, വേണമെങ്കിൽ രോഗമായി ജോലിക്ക് പകുതി വെച്ച് വീട്ടിൽ പോയി, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രോഗം വന്നു, വേദന വന്നു, വീട്ടിൽ പോയി കിടക്കുന്നു, നാളെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നു, എന്തോ വലിയ രോഗമാണെന്ന് പറയുന്നു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു, ഇങ്ങനെയും പോകാം. പക്ഷെ ഡിവൈൻ നേച്ചറുള്ള വ്യക്തിയായതുകൊണ്ട് എന്ത് ചെയ്തു, അസ്ഥിയോട് പ്രവചിച്ച മനസ്സിൽ കൊണ്ടുവന്ന് ആ വചനങ്ങൾ ഉരുവിട്ടു. ആ അസ്ഥിയുടെ മേൽ ജീവൻ കൊടുത്ത ദർശനപ്രകാരം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുള്ള പൂർണ്ണ സൗഖ്യം ആ വേദന വിട്ടുമാറി. ഗോഡ് ബ്ലസ് യു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ടേ. ഞാൻ തോമസ് ബാറിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു മിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എൻ്റെ കൊച്ചുമക്കൾക്ക് 2 പേർക്കും അതിഭയങ്കര പനിയായിരുന്നു 2 ദിവസമായിട്ട്. ഞാൻ ഇന്നലെ അന്ന് മുതൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് സൗഖ്യമായി. അതിലൊരാളാണ് ഇന്നലെ ബ്രദർ പറഞ്ഞില്ലേ, ഏബൽ എന്ന് പറഞ്ഞത്. ആ ഏബലിൻ്റെ വീട്ടിലാണ്. ആ ഏബലിൻ്റെ വീട്ടിൽ അതുപോലെ ബ്രദർ പറഞ്ഞുകൂട്ട് തന്നെ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിൽ ആലോചനയിൽ വിശ്വസ്തനാണ്. ഏറ്റെടുക്കുക. കർത്താവ് പേര് വെളിപ്പെടുത്തിയതാണ്, അത്ഭുതമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ഞാൻ പറഞ്ഞോട്ടെ ഒരു സാക്ഷ്യം? ധൈര്യമായിട്ട് പറഞ്ഞു. ഞാന് 2 ആഴ്ച മുമ്പ് ഒരു 2 ഭവനത്തിൽ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതില് ഒരു പ്രാവശ്യം കൂടെ, ഇന്നലെയും കഴിഞ്ഞ ദിവസവും കൂടെ രണ്ടാമതും ഒന്നുകൂടെ എനിക്ക് പോകാൻ പറ്റി. ഒരാളുടെ വേരിക്കോസ് വെയിൻ അങ്ങ് അസ്ഥി വരെയും അങ്ങ് ആഴമുള്ളതായിരുന്നു. അതിന് കുറച്ച് മാറ്റമുണ്ട്. രണ്ടാമത്തെ വീട്ടില് ഹസ്ബൻഡിന് തളർവാദം മാതിരി വന്ന് നടക്കാൻ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ മറ്റേ അതിന്റെ വൈഫിന് ബ്രെയിൻ ട്യൂമർ ആയിട്ട് ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കഞ്ഞി അരിച്ച് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ഒരു മാറ്റം കാണുന്നില്ല. ഞാൻ അവരെ ധൈര്യപ്പെടുത്തിയിട്ട് പോന്നിരിക്കുന്നു. അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു മിറക്കിൾ നടക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും. പിന്നെയും ആദ്യം പറഞ്ഞ പോലെ തന്നെ വെരിക്കോസ് വെയിൻ അസ്ഥിയോട് പറ്റിയിരുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വ്യത്യാസം ചെയ്ത ദൈവത്തിന് തീർച്ചയായിട്ടും ക്യാൻസറിൻ്റെ ആ ബുദ്ധിമുട്ട് നിൽക്കുന്ന കുടുംബത്തെ നമ്മൾ ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അത് എണി. എൻ്റെ കൈ യേശുവിൻ്റെ കൈയാണ്. മാറിപ്പോകരുത് പറയുന്നത്, എൻ്റെ കൈയാണെന്ന് പറഞ്ഞു പോകരുത്. സിസ്റ്റർ അത് പോകുന്നത് വലിയ കൃപയുടെ. ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ പോകണം. ആ സൗകര്യം പറഞ്ഞ പോലെ എല്ലാവരും ഇതുപോലെ വിസിറ്റ് ചെയ്യണം. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16, 17, 18, 19 വാക്യമാണ്. യേശു പറഞ്ഞതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്? രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഈ എൻ്റെ കൈയെ പറ്റിയാ പറയുന്നത്. കണ്ടോ, ഈ കൈ നല്ലതായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ ചെന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കണം. സൗഖ്യം നടക്കുന്നത് വരെ വിസിറ്റ് ചെയ്തോണം. അവരോട് പറയണം, സഹോദര, അവരെ ഡിവൈൻ സ്വഭാവത്തിലേക്ക് അവരെ പഠിപ്പിക്കണം. യേശു നിന്റെ രോഗത്തിന് നിന്റെ ക്യാൻസർ യേശു വഹിച്ചതാണ്, യേശുവിൻ്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് സിസ്റ്റർ ചെയ്യുന്നത് വലിയ ശുശ്രൂഷയാണ്. ഇനിയും ചെല്ലുക, അനേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എണീപ്പിക്കും. ഇന്നത് പറഞ്ഞ നിമിത്തം തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ധൈര്യത്തോടെ ചെല്ലുക. അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം തന്നെ കർത്താവ് ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്തോ പറഞ്ഞു ബ്രദറെ, പിന്നെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ലെന്ന് ബ്രദർ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗൂഗിൾ പേയിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ കയറിയിട്ട് ബ്രദറിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓക്കെ അല്ലേ? ഈ താഴെ പോകുന്ന നമ്പറിലാണ് ബ്രദർ അയച്ച് നോക്കിയത്? അല്ല, ഞാൻ ബ്രദറിന്റെ അക്കൗണ്ട് നമ്പർ, ബ്രദർ ഇതിൽ തരുന്ന അക്കൗണ്ട് നമ്പർ IFSC കോഡും ഞാൻ ഗൂഗിൾ പേയിൽ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ബ്രദറിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത്? ഞാൻ അതുവഴി വേറെ പല സ്ഥലത്തും പേയ്മെന്റ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ തന്നെ. ഓക്കെ, അങ്ങനെ ബോധി വരുന്നുണ്ടല്ലേ? ഉണ്ട്. എന്നുവെച്ചാൽ എനിക്കിത് നോക്കിയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അത് ഗൂഗിൾ പേ ചില സമയത്ത് വർക്ക് ആകുന്നില്ലെന്ന് പറഞ്ഞത്. ആ ഗൂഗിൾ പേയിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് നമ്പർ എഴുതി കൊടുത്തല്ലേ? ഓക്കെ, ശരി. അക്കൗണ്ട് നമ്പർ IFSC കോഡും അതിനകത്ത് പേരും വരും. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്തു കേട്ടോ. അല്ലാതെ ഞാൻ ചിലർക്ക് ഫോൺ ഈ നമ്പരല്ല, ഫോൺ പേയുടെ നമ്പർ, ഗൂഗിൾ പേയുടെ നമ്പരും ഈ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പരല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതല്ല രജിസ്റ്റർ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ തരാത്തത്. ഈ നമ്പർ ചിലപ്പോൾ ചിലർ ആ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ബ്രദറിൻ്റെ പേര് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ പേരല്ലായിരിക്കത്തില്ല. കാര്യം ഈ നമ്പറിൽ അങ്ങനെ രജിസ്റ്റർ ആയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിൽ
നമ്പരും IFSC കോഡും അടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പേര് വരും. അതനുസരിച്ച് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിതയ്ക്കുന്നവർ ശ്രദ്ധിച്ചോണം. വിതയ്ക്കുന്നവർ പ്രാർത്ഥിക്കണം, കർത്താവെ ഞാനിന്ന് വിതയ്ക്കുന്ന വിത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ അനേക ആത്മാക്കൾ പുറത്ത്, ഒരു കസേര ആയിക്കോട്ടെ, ഒരു പാട്ടായിക്കോട്ടെ, അത് കേൾക്കുന്ന വ്യക്തി യേശുവിനെ അറിയുവാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചതിൻ്റെ അകത്ത് ഞാൻ വിതച്ചതാണ്, അതിൻ്റെ റിസൾട്ട് ഞാൻ കാണുമെന്ന് പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഇന്നൊരു 4500 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. എന്റെ അക്കൗണ്ടിൽ 3000 രൂപ കിടപ്പുള്ളു. ഞാൻ ബാങ്കിൽ പോകുന്നവരും പ്രാർത്ഥിച്ച കർത്താവ് എന്റെ ആവശ്യം സാധിച്ചു തരണം, മറ്റൊരുത്തർക്ക് കഴിഞ്ഞിട്ടല്ല സമയം ഉണ്ടാകും, എനിക്കത് സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ കർത്താവ് എന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോൾ എന്റെ അക്കൗണ്ടിൽ 4500 രൂപയും കിടപ്പുണ്ട്. ഞാൻ 3000 രൂപയെ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ചെന്നപ്പോൾ ആവശ്യത്തുള്ള 4500 രൂപ മിറക്കൽ മണിയായിട്ട് 1500 രൂപ അതിൽ വന്നു. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. നമ്മൾ കണ്ടതാണ്. നമുക്ക് അയക്കാൻ വേറെ ആളുമില്ല അല്ലെ? വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആരെങ്കിലും തരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പം മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തരാനും വരാനും സാധ്യതയില്ലെങ്കിൽ ഉറപ്പിച്ചോണം, കർത്താവിൻ്റെ നാമത്തിൽ വന്നു, അത് ഉപയോഗിച്ചോണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവാണ് നമ്മളിലേക്ക് നന്മ വരുന്നത്. കർത്താവ് എല്ലാം തരാൻ റെഡിയാണ്. നമ്മൾ ആ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. മിറക്കിൾ മണി മറക്കരുത്. മിറക്കിൾ മണി ഒരു തെറ്റുമില്ല. കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, പരിഹസിക്കുന്നവൻ പരിഹസിക്കട്ടെ. പത്രോസ് ശ്ലീഹായ്ക്ക് വേണ്ടി ചതുരത്തിരമ പണം മീൻ്റെ അകത്ത്, ബ്ലേഡുകാരൻ്റെ കയ്യിലല്ല, ചിട്ടിക്കാരൻ്റെ കയ്യിലല്ല, ബാങ്കിലല്ല, മീൻ്റെ അകത്ത് കർത്താവിന് മറച്ചു വെക്കാമെങ്കിൽ, ആ മീൻ അതിലെല്ലാം കറങ്ങി നടക്കാമെങ്കിൽ, അത് പത്രോസ് ശ്ലീഹയുടെ ചൂണ്ടേ തന്നെ കറക്റ്റ് വന്ന് കൊത്താമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു ഉറവയുണ്ട്. ആ ഉറവ നിങ്ങളുടെ അവകാശമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സാക്ഷ്യം പറയട്ടെ. സെയിം പറഞ്ഞു. ഞാൻ ഇപ്പോഴെങ്ങും അല്ല, ഇപ്പം പെട്ടെന്ന് ഓർത്തു. നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പൈസ മതിയായിരുന്നു. പക്ഷെ ഞാൻ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരണേന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എന്താണെന്നറിയില്ല, എനിക്കൊരു 10,000 രൂപ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അപ്പൊ ഞാനിപ്പം ദുബായില്ല, ഞാൻ ഇങ്ങനെ വീട്ടിൽ അമ്മയെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ചേച്ചിയോട് ആരെങ്കിലും ഒന്ന് പോയി അക്കൗണ്ടിൽ ഒന്ന് ചെക്ക് ചെയ്യും, എനിക്ക് ഇവിടെ നിന്നൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം അത് ആരയച്ചതാ, എവിടുന്ന് അയച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഒരാഴ്ച ടൈം എടുത്തു. ഞാൻ ഉപയോഗിക്കാതിരുന്നു. എന്നുവെച്ചാൽ അത് അറിയാതെ ആരുടെയും വീണാണെങ്കിൽ തിരിച്ചത് അക്കൗണ്ടിലേക്ക് പോകുമല്ലോ. അങ്ങനെ പൊക്കോട്ടെന്ന് കരുതി ഒരാഴ്ച വെയിറ്റ് ചെയ്ത്, 2 ആഴ്ച വെയിറ്റ് ചെയ്തു. ആ പൈസ പോയുമില്ല, ഒന്നുമില്ല. പിന്നെ ഞാനത് ഉപയോഗിച്ചു. അപ്പൊ ഇന്ന് ബ്രദർ ഇത് പറഞ്ഞപ്പോഴേ ഞാനത് പെട്ടെന്ന് ഓർത്തത്. അതുപോലെ എന്റെ വിവാഹത്തിൽ ഒന്നുമില്ലായിരുന്നു ബ്രദർ, സത്യം പറഞ്ഞ ഒരു സ്വർണം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പ ഞാൻ നിന്റെ മകളാണ്, ഞാനൊരു ഹിന്ദു ആയിരുന്നു, പക്ഷെ ഈശോ എന്നെ വിളിച്ചു വേദനിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പ എൻ്റെ ഒന്നുമില്ല, അങ്ങനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ തരണം, നിന്റെ മകളാ, ലജ്ജിപ്പിക്കല്ലെന്ന് പറഞ്ഞു. എനിക്കറിയാത്ത ഒരു വ്യക്തിയാണ് 10 പവൻ തന്നത്. സത്യം പറഞ്ഞാൽ എന്റെ വിവാഹം ഭയങ്കര മനോഹരമായിട്ടാണ് നടന്നത്. ഒരു കടം പോലും ഇല്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അക്കൗണ്ടിൽ വരുമ്പോഴേക്കും ഇപ്പോൾ പറഞ്ഞു ആരെങ്കിലും അത് അയച്ചതാണോ, അബദ്ധം പറ്റുന്നതാണോ, കാത്തിരുന്നുണ്ട്. ഒരു മനുഷ്യനും വന്നില്ല, ആർക്കും അറിയത്തില്ല അത് എവിടുന്ന് വന്നെന്ന്. ദൈവം നമ്മുടെ മുമ്പിൽ ചില ഓപ്ഷനുകൾ വെക്കും. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ മേശയുടെ ഡ്രോയറിൽ ദൂതന്മാർ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള തുക വെക്കും. വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷേ അദ്ദേഹം അത് വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ നടത്തും. ആൾക്കാർ എനിക്ക് എവിടെ നിന്നാണ് ഈ പൈസ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ദൈവസന്നിധിയിൽ മിറക്കിൾ മണിക്ക് വേണ്ടി വിശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രോയിൽ തുറക്കുന്ന സമയത്തെല്ലാം ആ ഡ്രോയിൽ എമൗണ്ടുകൾ വന്നിരിക്കും, അദ്ദേഹത്തിന് ആവശ്യമുള്ള തുകകൾ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കർത്താവിന് ഇതാണ് പരിപാടി, ദൈവമക്കൾക്ക് വേണ്ടിയാണ് സകല നന്മ, ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം, ദൈവത്തിന് ഏത് വഴി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് മിറക്കിൾ മണിക്ക് വേണ്ടി വിശ്വസിച്ചു, അക്കൗണ്ടിൽ വന്നു, അത് കയ്യിൽ വരും, പേഴ്സിൽ, എൻ്റെ പേഴ്സിൽ വന്നിട്ടുണ്ട്, എൻ്റെ പേഴ്സിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് ഉപയോഗിക്കുവാൻ നമ്മൾ പഠിച്ചാൽ ഇതെല്ലാം നമ്മുടെ അവകാശം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവമക്കൾക്ക്, ഞാനിത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആത്മീയമായും ഭൗതികമായിട്ടുള്ള നന്മകൾക്ക് നാം അവകാശിയാണ്. ഇനിയും തുടർമാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞോട്ടെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. കേൾക്കാമോ? പറഞ്ഞു. പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ സ്ഥിരം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞതാണ് സാക്ഷ്യം, ഇപ്പോഴല്ല, അത് ഏപ്രിൽ മാസത്തോടും മറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ
സ്ഥിരം ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഗുളിക വെച്ച് എനിക്ക് അലർജി, ഈ ഡസ്റ്റ് അലർജി അല്ലെങ്കിൽ തുമ്മൽ, തണുപ്പൊക്കെ അടിച്ചു കഴിയുമ്പോൾ കാറിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാറിലെ AC ഒക്കെ ഇട്ട് ഓടിച്ചു പോയ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് മുഖത്തോട്ട് അതിന്റെ തണുപ്പടിച്ചിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തുമ്മലായിരുന്നു. നല്ല സീവിയർ ആയിട്ട് തുമ്മൽ. ഞാനത് ഒരിക്കലും ഞാൻ ഗുളിക കഴിക്കില്ല എന്ന് തന്നെ തീരുമാനം എടുത്തു. അപ്പൊ ഞാനത് നമ്മൾ അതികഠിനമായിട്ട് ഒന്നും ഇതിനെ ശാസിച്ചില്ല. എന്റെ പിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ജലദോഷമേ നീ എന്നെ വിട്ടുമാറിപ്പോ. അത് തന്നെ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് മാറിയില്ലെങ്കിൽ പിന്നെ വെച്ച് പറയുകയാണെങ്കിൽ കടുപ്പിച്ചും ശക്തമായിട്ട് പറയുന്നതിനേക്കാളും നല്ലത് ചുമ്മാ പറഞ്ഞാൽ മതി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ജലദോഷം വിട്ടുപോയി, എന്റെ തുമ്മൽ വിട്ടുമാറി, ഈ തൊണ്ടയിൽ കരകരപ്പ് പോലുള്ള അതെല്ലാം വിട്ടുമാറി, ഒരു പ്രശ്നവുമില്ല. ഇത് മഹത്വം. ബ്രദർ, ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടായിരുന്നു, ഞാൻ അത് വിട്ടുപോയി പറയാനായിട്ട്. ഇപ്പൊ ഈ ബ്രദർ പറഞ്ഞ മാതിരി എന്റെ മോൾ ഇന്നലെ കുവൈറ്റിലാണ് ജോലി ചെയ്യണത്. ഇപ്പൊ പുള്ളിക്കാരത്തി എന്നോട് വിളിച്ചു പറഞ്ഞു, പുള്ളിക്കാരത്തിക്ക് ജോലിയാണ്, ഭയങ്കര അസ്വസ്ഥതയാണ്, ജലദോഷവും അതുപോലെ തന്നെ ജലദോഷം വരുമ്പോ നമുക്കറിയാമല്ലോ, ആകെപ്പാടെ തലവേദനയും അതും ഇതും ഒത്തിരി അസ്വസ്ഥതയായിരുന്നു. എന്നോട് അമ്മ ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീയും കൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അന്നേരം തന്നെ വീട്ടിൽ ഒരു 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് ശരിക്കും നല്ലപോലെ മാറി, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയായി കർത്താവ്. ആമേൻ. തീർച്ചയായിട്ടും ഇന്ന് കേട്ട 2 സാക്ഷ്യങ്ങൾ തന്നെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നോക്കി കൽപ്പിക്കുക. നമ്മൾ ബലം പിടിക്കേണ്ട, നമ്മൾ അവകാശികളാണ്, നമുക്ക് ലഭിക്കത്തുള്ളൂ, നമ്മളാണ് അതിൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്നത്. കർത്താവിൽ അവകാശികളാണ് നിങ്ങൾ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒത്തിരി ആളുകൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ സമയം മുന്നോട്ട് പോകുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ലെഫ്റ്റ് ആവുന്നുണ്ട്. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, സമയം നമുക്ക് ടൈം ചേഞ്ച് ചെയ്തുകൊണ്ട്, ടൈമിൻ്റെ ചേഞ്ച് വന്നുകൊണ്ട് ഇന്ത്യൻ സമയത്തിൽ ഒത്തിരി കയറി പോകുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് മിസ്സാവുന്നെങ്കിലും ഈ ദിവസം നമ്മൾ പറയുന്നത് കർത്താവെ സമയത്തിൻ്റെ അകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചേഞ്ചസ് എല്ലാവർക്കും തക്കത സമയത്ത് ഒരുമിച്ച് കൂടാനും എല്ലാ കാര്യങ്ങളും അനുകൂലമാകാനും ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്ലാസ് ചെറുതായിട്ട് എനിക്ക് ഓരോ വാക്കുകൾ പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനമാണ്. അത് നമ്മുടെ ലൈഫിന് ചേഞ്ച് വരുത്തും, നമ്മളെ ക്രിസ്തു യേശുവിൽ ചിന്തിപ്പിക്കുന്നവരാക്കി മാറ്റും. നമ്മൾ മാക്സിമം ഇതിന് ശേഷം യൂട്യൂബിലുണ്ട്, ഇത് കേൾക്കുക, പിന്നെയും കേൾക്കുക, കർത്താവിൽ വളരുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ